ബഹുമാന്യരായ സെന്റ് ജോസഫ് കത്തീഡ്രൽ കുടുംബാംഗങ്ങളെ, അടുത്ത ബെല്ലോടുകൂടി മലയാളം കാത്തലിക് കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്ന ബൊഹീമിയയിലെ രക്തനക്ഷത്രം എന്ന നാടകത്തിന് തിരശ്ശീല ഉയരുന്നു. അനാദിമുതലീ വിശ്വപ്രപഞ്ചത്തെ ഉജ്ജ്വലിപ്പിക്കും സനാതന സത്യപ്രകാശമേ, ഇരുളും വെളിച്ചവും മാറി മാറിയെത്തുമീ ഉലകത്തിലെന്നും പ്രഭ തൂകി നിൽക്കും നിൻ അനന്തമാം സ്നേഹത്തിൻ മുന്നിലി പ്രണാമം, പ്രണാമം, പ്രണാമം. ബൊഹീമിയയിലെ രക്തനക്ഷത്രം. ബൊഹീമിയയിലെ രക്തതാരമേ, ബലിവേദി തന്നഗ്നിദീപമേ, ജോന്നപും സിയാൻ, ജോന്നപും സിയാൻ. ബൊഹീമിയയിലെ രക്തതാരമേ, ബലിവേദി തന്നഗ്നിദീപമേ, ജോന്നപും സിയാൻ, ജോന്നപും സിയാൻ. അഭിഷേക നിത്യപുരോഹിതൻ ഈശോദൻ, കരുണാമുഖമാർന്ന ജീവിതം. ജോന്നപും സിയാൻ, ജോന്നപും സിയാൻ. കാരുണ്യത്തിൻ കൂടാരത്തിൽ കനിവായി നിതരാ അലിവായി, മുറിവേറ്റവരിൽ ലേപനമാ അതിജീവനൌഷധമാ, അനുഗ്രഹമഴയായി പെയ്തിറങ്ങിയ പൗരോഹിത്യ പുണ്യം നീ. ജോന്നപും സിയാൻ, ജോന്നപും സിയാൻ. അഭിഷേകാഗ്നിയായി പടർന്നിറങ്ങിയ ധീര ക്രിസ്തു സാക്ഷി, നിത്യപുരോഹിതൻ ഈശോദൻ, കരുണാമുഖമാർന്ന ജീവിതം. ജോന്നപും സിയാൻ, ജോന്നപും സിയാൻ. നിലച്ചിടാത്തൊരു നാദം, നേരിനു വേണ്ടി ഉയിരും നൽകിയ ജന്മം, ദൈവീക രഹസ്യം
രഹസ്യം കാക്കാൻ ദൈവത്തിൻ രാജ്യം ഉയർത്താൻ ആത്മബലിയായി അർപ്പണമേകിയ പൗരോഹിത്യ പുണ്യം നീ. അഭിഷേകാഗ്നിയായി പടർന്നിറങ്ങിയ ധീര ക്രിസ്തു സാക്ഷി നിത്യപുരോഹിതൻ ഈശോദൻ കരുണാമുഖമാർന്ന ജീവിതം. എന്തൊരു തണുപ്പാണോ! നേരം വെളുക്കുമ്പോ തന്നെ ഇതൊക്കെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞ ആരെക്കൊണ്ട് പറ്റും? എടാ ക്ലീറ്റസ്, നീ ഇവിടെ കുത്തിയിരിപ്പാണോ? വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ആ ഓറഞ്ച് തോട്ടം വരെ ഒന്ന് പോയി വരാം. ശോ, തണുപ്പല്ലേ മുതലാളി. ഞാൻ ഈ പൂമുഖത്തിരുന്നെന്റെ പൂമേനി ഒന്ന് ചൂട് പിടിപ്പിക്കട്ടെ. ഇങ്ങനെയായാൽ നീ രാവിലെ തന്നെ എന്നെ ചൂട് പിടിപ്പിക്കും. ഇരിപ്പിടത്തിന് വേര് പിടിപ്പിക്കാതെ ഒന്നിങ്ങ് വാ ക്ലീറ്റസേ. എടാ, ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥതയും കൂറും ഒക്കെ വേണം. അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അല്ല, അത് വല്ലതും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്നതാ രാവിലെ തന്നെ രണ്ടുപേരും കൂടി ഇതാ ഈ ചായ കുടിക്കേ. ഓ, ഞാനിവനെ ജോലിക്കാര്യങ്ങളെ പറ്റി ഒന്ന് ഉപദേശിക്കുകയായിരുന്നു റീത്തെ. നല്ല കാര്യമായി. പള്ളിയിലോട്ട് പോലും നമ്മുടെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്ന ആളോടാ ജോലിക്കാര്യം. അല്ല ക്ലീറ്റസേ, നിനക്ക് പള്ളിയിലോട്ടൊന്നും വരാൻ താല്പര്യമില്ലേ? മുതലാളി, ഈ ഇട ദിവസം ഒരാളില്ലെന്നേ. എന്റെ ദൈവമേ, എടാ നീ ആളെ നോക്കിയാണോ പള്ളിയിൽ പോകുന്നേ? ആളൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഓളമുള്ളന്നേ. ഓളവോ? അതെന്താ ക്ലീറ്റസേ? ഓ, കൊച്ചമ്മയോടിപ്പ എങ്ങനെയാ പറയാ? എന്നാലും പറയാം. ഈ നെപ്പോക്ക് പട്ടണത്തിലെ സുന്ദരികളായ മാലാഖമാരുടെ കീർത്തനങ്ങളും കേട്ടുകൊണ്ട് കർത്താവിന്റെ അഭിഷിക്തൻ അങ്ങ് വിദൂരത്ത് നിന്ന് ബലിയർപ്പിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക അനുഭൂതിയാണെന്നേ. മതി മതി നിന്റെ വിശേഷണങ്ങളൊക്കെ. ആ, ജോണി കുഞ്ഞ് എന്തെടുക്കും അറിയത്തെ? അവൻ ആ പ്രാർത്ഥനാ മുറിയിലുണ്ട്. ഇളം പ്രായത്തിലുള്ളവന്റെ പ്രാർത്ഥനാ തീഷ്ണതയും വിശ്വാസവും കാണുമ്പോൾ ഉള്ളിലേറെ സന്തോഷിക്കുന്നു ഞാൻ. അച്ഛൻ പട്ടത്തിന് പോകണമെന്നാണല്ലോ അവന്റെ ആഗ്രഹം. അയ്യോ, നന്നായി. പാവം ക്ലീറ്റസ്, വൈദികരെയും ആ ജീവിത അന്തസ്സിനെയും വില കുറച്ച് കാണരുത്. നമ്മുടെയൊക്കെ എളിയ കുടുംബത്തിൽ നിന്നാണ് ഒരു അച്ഛൻ മുളപൊട്ടുന്നത്. നമ്മൾ ആദ്യം പകർന്നു കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയുമാണ് അവരുടെ അടിത്തറ എന്ന് പറയുന്നത്. അടിത്തറ നല്ലതല്ലെങ്കിൽ അത് മണലിൽ പണിത ഭവനമായി മാറും. 10-14 വർഷത്തെ അവരുടെ പരിശീലനം ആ അടിത്തറയിന്മേലുള്ള മാളിക പണിയല. ഇതെവിടെയോ കേട്ടിട്ടുണ്ട്. ക്ലീറ്റസ്, നീ ചെല്ല്. ആ ഓറഞ്ച് തോട്ടത്തിൽ പോയി വിളഞ്ഞത് വല്ലതും ഉണ്ടെങ്കിൽ പറിച്ചോണ്ട് വാ. ഓ ശരി, ഞാൻ പോയേക്കാം. അയ്യോ, വികാരിച്ചം വരുന്നുണ്ട്. പണ്ടേ അങ്ങേർക്ക് എന്നെ ഒരു നോട്ടമുള്ളതാ. നാട്ടിലെ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കണ്ടാൽ അപ്പോ പിടിച്ച് സെമിനാരിയിൽ ചേർക്കും. ഞാൻ അകത്തൂടെ പോയേക്കാം.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണച്ചോ വിശേഷിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ? അത് പിന്നെ നമ്മുടെ ഗ്രീൻ വില്ലയിൽ താമസിക്കുന്ന കത്രീന ചേച്ചി കിടപ്പിലായിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പോയതാ. അപ്പോൾ ഈ വഴി വന്നേക്കാമെന്ന് കരുതി. ആട്ടെ, കൊച്ചിയോഹന്നാൻ എവിടെ? അവനെ ഒന്ന് കാണാനും കൂടെയാ ഞാൻ വന്നത്. ഞാൻ വിളിക്കാം അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിടുക്കനാണിവൻ. കുർബാനയിലെല്ലാം ഭക്തിപൂർവം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കുമ്പസാരം കഴിഞ്ഞ് നിറമിഴികളോടെ ഉപകാരസ്മരണ നടത്തുന്ന കൊച്ചിയോഹന്നാനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാണച്ച. ഓരോ കുമ്പസാരവും കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് എനിക്ക്. കർത്താവിൻ്റെ അനുഗ്രഹമാണത്. മോനെ, കുമ്പസാരക്കൂട് കരുണയുടെ കൂടാരമാണ്. കൊച്ചിയോഹന്നാന് ഈ കൂദാശയിന്മേൽ വലിയൊരു കൃപ ലഭിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു. പഠനവും പരീക്ഷയും ഒക്കെ കഴിഞ്ഞല്ലോ. ചെറുപ്പത്തിലെ ആഗ്രഹം അനുദിനം വളർത്തുന്നുണ്ടല്ലോ അല്ലേ? ഉള്ളിൽ ചില സന്ദേഹങ്ങൾ അലയടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അതിനായി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ടച്ചോ. വളരെ നല്ലത്. ഓ, സമയം ഒരുപാടായി. ഞാൻ വന്നത് കൊച്ചിയോഹന്നാനെ സെമിനാരിയിൽ കൊണ്ടുവിടുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. മോൻ പ്രാർത്ഥിച്ചൊരുങ്ങിക്കോളൂ. ശരി അച്ഛാ. എന്നാ അങ്ങനെ ആവട്ടെ. ഞാൻ നാളെ വരാം. മോനെ, നാളെ സെമിനാരിയിൽ പോകേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. മോനിപ്പോ അകത്തേക്ക് ചെല്ല്. നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്നതല്ലേ എൻ്റെ ദൈവവിളി. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന എൻ്റെ ഈശോയ്ക്കായി ജീവിക്കാൻ ഞാൻ യാത്രയാകുമ്പോൾ എന്നെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയല്ലേ വേണ്ടത്. നാളെ തന്നെ അവനെ സെമിനാരിയിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് ആളി. ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയതല്ലേ നമുക്കവനെ. ഇത്ര പെട്ടെന്ന് നമുക്കവനെ നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോഴാ. അങ്ങനെ പറയല്ലേ റീത്ത. അവൻ നഷ്ടപ്പെട്ടു പോകുകയല്ലോ, നമ്മൾ വിട്ടുകൊടുക്കുകയല്ലേ. ദൈവപദ്ധതിക്ക് മുന്നിൽ മുഖം തിരിക്കരുത് റീത്ത. അവന്റെ ആദ്യ കുർബാന ദിവസം വികാരിയച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ദൈവത്തിന്റെ അരൂപി നിറഞ്ഞ കുഞ്ഞാണവൻ, അവനിലൂടെ അനേകായിരങ്ങൾ സ്വർഗകവാടത്തിന്റെ പടി ചവിട്ടുമെന്നൊക്കെ. അവന്റെ ഒരുങ്ങിയുള്ള കുമ്പസാരവും പ്രാർത്ഥനയുമൊക്കെ ദിവസവും നമ്മൾ കാണുന്നതല്ലേ. സഭയാകുന്ന കുടുംബത്തിന്റെ ഭാഗമായി അവൻ മാറുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞിനെ വിശുദ്ധനായ ഒരു അഭിഷിക്തനായി നീ മാറ്റണമേ. പിച്ചവച്ച വഴിയിലൂടെ യാത്രയാവുകയായി തീർത്ഥവീതി തൻ തീച്ചൂളയിലേക്ക് തിരിച്ചു വരവിനായി കാത്തു നിൽക്കരുതെന്നമ്മേ. പ്രാർത്ഥനയോടെ കരുത്തേകണേനിക്കായി. പിച്ചവച്ച വഴിയിലൂടെ യാത്രയാവുകയായി തീർത്ഥവീതി തൻ തീച്ചൂളയിലേക്ക്.
ഹോ, രാജാവിന്റെ എഴുന്നള്ളത്തിന് ഇത്ര കഷ്ടപ്പാട്. അപ്പൊ വല്ല കിരീടധാരണമോ മറ്റോ വന്നാലോ? ഞാൻ പണ്ടേ പറഞ്ഞതാ, എനിക്കൊരു വേലക്കാരിയെ തരാൻ. അല്ലേ വേണ്ട. നെയ്യിരിക്കുന്നിടത്ത് ഉറുമ്പരിക്കാൻ ഇവിടെ പലരുമുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് കാവലിരിക്കേണ്ടി വരും. എടോ കുടവയർ വൈദ്യ, അല്ല കൊട്ടാരം വൈദ്യ, ഒന്നിങ്ങോട്ട് എഴുന്നള്ളിയാലും. ഹോ ശുംഭൻ, എന്തിനാണോ കിടന്ന് തൊള്ള തുറക്കണത്? ഉള്ളത് പറയാലോ, പേടിച്ചു പോയി. എടോ മുറിവൈദ്യ, ഒന്ന് പതിയെ വായോ. പഴക്കം ചെന്ന കൊട്ടാരമാണിത്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. മുറിവൈദ്യനെന്ന് വിളിച്ച് നമ്മെ അവഹേളിക്കരുത്. ഓ, പിന്നെ എന്തോന്ന് വിളിക്കണം? നിറവൈദ്യനെന്നോ? എടോ ഏഭ്യ, ഈ കൊട്ടാരത്തിൽ നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്. ഉവ്വ്. മോനെ നിക്കോ, ഉള്ളത് പറഞ്ഞ് രാജാവിൻ്റെ വീഞ്ഞ് ചഷയത്തിന്നും വീഞ്ഞടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ അറിയില്ല എന്ന് നീ കരുതിയോ? ഉള്ളത് പറയാലോ. അത് പിന്നെ പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും തിരിച്ചറിയണ്ടടോ. പിന്നെ കാര്യനിരീക്ഷകനെന്നും പറഞ്ഞൊരു മണ്ടൻ മന്ത്രി ഇപ്പം ഇങ്ങോട്ട് വരും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ എന്തോ മലം മറിക്കാനുള്ളതായ ആ മണ്ടൻ കരുതിക്കോളും. ചുമ്മാ. എത്തിയല്ലോ. എന്താണ് മണ്ഡശിരോമണിയിൽ നിന്ന് പുലമ്പുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ? മഹാരാജൻ ഉടൻ വരും. വന്നോട്ടെ. മഹാപ്രതാപവാൻ രാജാധിരാജൻ, ബൊഹീമിയയുടെ അനിശ്ചിത നായകൻ, ധീരവീര വെനിസ്ലാവോസ് തിരുമനസ്സെഴുന്നള്ളുന്നു. പറയൂ മന്ത്രി മേപ്പോർ, നമ്മുടെ രാജ്യത്തിന്റെ പുതിയ വിശേഷങ്ങൾ. മഹാരാജൻ, ജർമ്മൻ സൈന്യവുമായുള്ള യുദ്ധത്തിൽ നമ്മുടെ പടയാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. എന്നാൽ അങ്ങയുടെ പ്രിയ സ്നേഹിതൻ, ഈ ബൊഹീമിയ രാജ്യത്തിന്റെ ധീരവീര പരാക്രമി പ്രധാനമന്ത്രി ആത്തോയുടെ കൂർമ്മ ബുദ്ധി വിജയം നമ്മുടെയാക്കി തീർത്തിരിക്കുന്നു. മേപ്പോർ, ഒരു ചെറിയ കരട് മതി വെളിച്ചമെന്ന മഹാവിസ്മയത്തെ കൺമുമ്പിൽ നിന്ന് മറയ്ക്കാൻ. പടക്കളത്തിൽ 10,000 നിരത്തുന്നതിലല്ല, മറിച്ച് തലച്ചോറിൽ വിവേകത്തിന്റെ ചുടുചോര തിളയ്ക്കുന്നതിലാണ് വിജയമെന്ന് വീണ്ടും തെളിയിച്ചവൻ നമ്മുടെ ആർത്തോ. ഉൾക്കാഴ്ചയിൽ വീരശൃംഗമായി നിൽക്കുന്ന ആ തന്ത്രശാലിയിൽ നാം അഭിമാനം കൊള്ളുന്നു. സ്വാഗതം എന്റെ പ്രിയ സൈന്യാധിപന്. നിന്റെ പ്രതി ഞാൻ അഭിമാനം കൊള്ളുന്നു. നിന്റെ വിജയങ്ങൾ നമ്മെ പുളകം കൊള്ളിക്കും. വിജയങ്ങൾ എന്റേതല്ല മഹാരാജൻ, അങ്ങയുടെയും അങ്ങയുടെ രാജ്യത്തിൻ്റെതുമാണ്. അതോ, സൈന്യാധിപനായ നിന്നെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയതിൽ പലർക്കും ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ എന്റെ തീരുമാനങ്ങൾ തെറ്റില്ല എന്ന് നീ തെളിയിച്ചു. ഒരു സൈന്യാധിപൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കാരിരുമ്പിന്റെ ശക്തിയുള്ളവനും കൂർമ്മബുദ്ധിയുള്ളവനുമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് ഇതിൽ കൂടുതൽ എന്ത് യോഗ്യത വേണം? പറയണമാത്തോ, എന്ത് സമ്മാനമാണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ സ്നേഹം, കരുതൽ, അതിനുമപ്പുറം
എന്ത് സമ്മാനം മഹാരാജൻ! ആട്ടെ, ഈ സന്തോഷ മുഹൂർത്തത്തിന് നമ്മുടെ പത്നിയും ബൊഹീമിയ രാജ്യത്തിന്റെ ഐശ്വര്യവുമായ സോഫിയ രാജ്ഞിയും സാക്ഷിയാകണ്ടേ? നിക്കോളോ, രാജ്ഞിയോട് രാജസദസ്സിലേക്ക് ആഗതയാകാൻ അറിയിക്കൂ. കൊട്ടാരം വൈദ്യനും പോകാം. ശരി മഹാരാജൻ. സോഫിയ രാജ്ഞി ഇന്ന് പതിവിലും കൂടുതൽ അഴകിലും സന്തോഷത്തിലുമായിരിക്കുന്നല്ലോ. വെൻസ്ലാവോസ് രാജാവിന്റെ ആത്മമിത്രവും രാജ്യത്തിന്റെ മഹോന്നത പ്രധാനമന്ത്രിയുമായ നമ്മുടെ ആത്തോ വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ ഈ രാജ്ഞി പതിവിലും അധികം സന്തോഷിക്കേണ്ടത് അനിവാര്യമല്ലേ? അതോ എന്റെ വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും കാരണം ഇവളാണ്. അങ്ങ് നാളിതുവരെ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും കരുതലിനും ഞാൻ പ്രതിനന്ദിയുള്ളവളാണ്. പക്ഷേ എന്റെ ഐശ്വര്യങ്ങൾ അങ്ങ് വാനോളം പുകഴ്ത്തുമ്പോഴും അങ്ങയുടെ ഉള്ളിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ദുഃഖം എനിക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോഫിയ, എന്താ രാജ്ഞി അത്? നാം അറിയാത്ത ദുഃഖം മഹാരാജന്. അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും യുദ്ധഭീതി അലയടിക്കുന്നുണ്ടോ? ഇത് യുദ്ധഭീതിയല്ല ആത്തോ, രാജപരമ്പരയുടെ നിലനിൽപ്പിന്റെ ഭീതിയാണ്. ഈ ബൊഹിമിയ രാജ്യത്തിന് ഒരു കിരീടാവകാശിയില്ല. അതിന്റെ ദുഃഖവും ഉള്ളിൽ പേറിയാണ് എന്റെ ഐശ്വര്യങ്ങൾ കീർത്തിക്കാൻ രാജാവ് ശ്രമിക്കുന്നത്. എന്നിലുമുണ്ട് ഒരു കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാൻ മോഹിക്കുന്ന ഒരമ്മ മനസ്സ്. സോഫിയ, അരുത്. വിങ്ങുന്ന നിന്റെ മനസ്സിനെ ശാന്തമാക്കുക. പ്രഭോ, അങ്ങേക്ക് അപ്രീതിക്ക് കാരണമാകില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. കിരീടാവകാശിയില്ലെന്ന ദുഃഖത്തിന് ഒരു പരിഹാരമുണ്ട്. എന്താണത്? നമ്മുടെ ആൽഫ്രഡ്. ആൽഫ്രഡോ? അതെ, ആൽഫ്രഡ്. അവനെ അങ്ങ് ദത്തുപുത്രനായി സ്വീകരിക്കുക. പ്രിയേ, നാം മനസ്സിലാക്കുന്നു നിന്റെ കരുതൽ. അവൻ സമർത്ഥനാണ്, രാജ്യകാര്യങ്ങളിൽ തൽപരൻ. പക്ഷേ അവൻ എൻ്റെ ദത്ത സഹോദരനാണെന്ന കാര്യം അങ്ങേക്കറിയാമല്ലോ. എൻ്റെ പിതാവിൻ്റെ ഉറ്റ സുഹൃത്തായ മോറിസ് പ്രഭു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞപ്പോൾ അനാഥനായ ആൽഫ്രഡ് എൻ്റെ കുഞ്ഞു സഹോദരനായി വളർന്നു വന്നു. അങ്ങെന്നെ വിവാഹം ചെയ്തപ്പോൾ അവനെയും ഈ കൊട്ടാരത്തിലേക്ക് അങ്ങ് നിറമനസ്സോടെ സ്വീകരിച്ചു. അങ്ങ് അവനെ പുത്രനായി ദത്തെടുക്കുക. ബൊഹീമിയയ്ക്ക് കരുത്തനായ കിരീടാവകാശിയായി അവനുണ്ടാകും. സോഫിയ, ആൽഫ്രഡിനോടുള്ള നിന്റെ വൈകാരികമായ അടുപ്പവും സ്നേഹോഷ്മളതയും എത്ര മഹത്തരമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനമെടുക്കാൻ എനിക്കാവുന്നില്ല. ഉള്ളിൽ എന്തോ ഒരു തിരയിളക്കം. ആൽഫ്രഡ് കുഞ്ഞിനെ ബൊഹീമിയയുടെ ഭാവി ഭരണാധിപനാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അല്ലേ മേപ്പോർ? അതെ അതെ, ശരിയാണ്. പക്ഷേ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണിത്. പിന്നീട് ദുഃഖിക്കേണ്ടി വരരുതല്ലോ. മേപ്പോർ, ഞാൻ എത്ര നാളായി ഈ കൊട്ടാരത്തിലേക്ക് ഒരു ശ്രേഷ്ഠ വൈദികനെ ആത്മീയ നേതാവായി കിട്ടാൻ ബിഷപ്പിന് കത്തെഴുതി അറിയിക്കാൻ പറഞ്ഞിട്ട്? രാജ്ഞി, ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പിതാവ് ഉറപ്പ് തന്നിട്ടുമുണ്ട്. രാജ്ഞി പറയുന്നത് നാം അംഗീകരിക്കുന്നു. പിതാവുമായി ഞാനൊന്ന് ബന്ധപ്പെട്ട് നോക്കാം. ഒട്ടേറെ സഹായങ്ങൾ അരമനയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം അയക്കുന്ന ആത്മീയ പിതാവ് ഈ വിഷയത്തിൽ നമുക്കൊരു ഉത്തരം നൽകാതിരിക്കില്ല. രാജ്ഞി ചഞ്ചലപ്പെടേണ്ട. വരൂ, മനസ്സിനെ ശാന്തമാക്കി ഒന്ന് വിശ്രമിക്കാം. എല്ലാത്തിനും ഒരു യോഗം വേണം. ഇന്നലെ പൊട്ടിമുളച്ചവൻ ദത്തുപുത്രൻ,
ബൊഹീമിയായുടെ കിരീടാവകാശി, അടർക്കളത്തിൽ സൈന്യനിരയെ നയിച്ചവനും വർഷങ്ങളായി രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്നവനുമായ ഈ ഫ്രെഡറിക് ആത്തോയ്ക്ക് പുല്ലുവില. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അനുഭവിക്കുന്നതാ ഈ തിരസ്കരണങ്ങൾ. വിജയങ്ങൾ എത്ര നേടിയാലും എന്റെ കുറവുകൾ കണ്ട് പരിഹസിക്കുന്നവരാ എനിക്ക് ചുറ്റിലും. നടക്കില്ല മേപ്പോർ. ആൽഫർട്ടിൻ്റെത് വെളിച്ചം കാണാത്ത കിനാവുകൾ മാത്രം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ ജനം ആത്തോയ്ക്ക് വേണ്ടി ആരവമുയർത്തുന്ന സുദിനം വരും. അതുവരെ ഈ ഫ്രെഡറിക് ആത്തോയ്ക്ക് ഉറക്കമില്ല. മഹാരാജൻ, അരമനയിൽ നിന്നും അങ്ങേക്കൊരു കത്തുണ്ട്. അരമനയിൽ നിന്ന് എന്താണാവോ വിശേഷിച്ച്? ഓ, സന്തോഷമായി. കൊട്ടാരത്തിൽ ഒരു ആത്മീയ പിതാവ് വേണമെന്ന നിരന്തരമായ നമ്മുടെ ആവശ്യം പിതാവ് അംഗീകരിച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എന്നെക്കാൾ കൂടുതൽ അറിയേണ്ടത് നമ്മുടെ രാജ്ഞിയാണ്. നിക്കോളോ, രാജ്ഞിയോട് വരാൻ പറയൂ. ഓ, സമാധാനമായി. കുറെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കാനുണ്ട്. അങ്ങ് എന്നെ വിളിച്ചോ? ഈ വെൻസ്ലോവോസ് രാജാവിന്റെ പ്രിയപത്നിയുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും നാം എന്നും അംഗീകരിക്കുകയും വിലകൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കുറവ് വരുത്തി എന്ന് ഞാൻ ഒരിക്കലും അങ്ങയോട് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ രാജ്ഞിയെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. എന്താണ് ആ പുതിയ സന്തോഷ വാർത്ത? രാജ്ഞിയുടെ നിരന്തരമായ ആവശ്യം ഇതാ നിറവേറാൻ പോകുന്നു. നമ്മുടെ കൊട്ടാരത്തിലേക്ക് യോഹന്നാൻ എന്നൊരു പുണ്യപുരോഹിതനെ ആത്മീയ പിതാവായി നിയമിച്ച് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. നാളുകളായിട്ടുള്ള എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സോഫിയ, നിന്റെ പ്രിയ സഹോദരൻ, അല്ല, നമ്മുടെ രാജകുമാരനെ കൂടി വിളിച്ചോളൂ. ചെറുപ്പം മുതലേ വൈദികരോടും വൈദിക ആശ്രമങ്ങളോടുമുള്ള അവന്റെ താല്പര്യം രാജ്ഞി പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഈ സന്തോഷത്തിൽ അവനും പങ്കുചേരട്ടെ. ഞാൻ ആൽഫ്രഡ് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാം. അല്ല, ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ പണി. വരണം ആൽഫ്രഡ്. ഈ കൊട്ടാരത്തിലെ എല്ലാ കാര്യത്തിലും ഇനി നിന്റെ സാന്നിധ്യവും കഴിവും വേണം. നിനക്ക് കൂടുതൽ ശുഭകരമായ ഭാവി ഒരുക്കാൻ ഈ വേദി കാരണമാകട്ടെ എന്ന് ഞാനും രാജ്ഞിയും ആഗ്രഹിക്കുന്നു. അങ്ങയുടെയും രാജ്ഞിയുടെയും മഹാമനസ്കതയിൽ ഞാൻ സന്തോഷത്തോടെ കഴിയുന്നു. ഇതിൽ കൂടുതൽ എന്ത് ശുഭകരം? ആൽഫ്രഡ്, നിന്നെ നമുക്ക് നന്നേ ബോധിച്ചതുകൊണ്ട് നിന്റെ ഉയർച്ച നാം സ്വപ്നം കാണുന്നു. പ്രഭു, അങ്ങയെ കാത്ത് അരമനയിൽ നിന്നും ഒരു വൈദികൻ കൊട്ടാര സ്വീകരണ മുറിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. വേഗം രാജസദസ്സിലേക്ക് കടന്നു വരാൻ പറയൂ. ഉത്തരവ് പ്രഭു. ബൊഹീമിയ രാജകൊട്ടാരത്തിന്റെ ഐശ്വര്യമായി കടന്നു വരുന്ന ഗുരുശ്രേഷ്ഠ, അങ്ങേക്ക് ഈ രാജസദസ്സിലേക്ക് സ്വാഗതം.
ഈ കൊട്ടാരത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു ആത്മീയ പിതാവ് വേണമെന്ന അങ്ങയുടെ അതിയായ ആഗ്രഹത്തിനും ഇപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹവായ്പിനും ഒരുപാട് നന്ദി. ആൽഫ്രഡ് അല്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിൽ അറിയുമോ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പിതാവ് എനിക്ക് എഴുതിയിരുന്നു. അത് നന്നായി. അപ്പോൾ ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്തെന്ന് അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. ബൊഹീമിയായിക്ക് ഇപ്പോൾ ഒരു ദുഃഖമേയുള്ളൂ. നമ്മുടെ കാലശേഷം ഈ രാജ്യം അനാഥമാകുമോ എന്ന ആശങ്ക. അതുകൊണ്ട് സോഫിയയുടെ ദത്ത് സഹോദരൻ ഈ ആൽഫ്രഡിനെ നാം ദത്തുപുത്രനായി സ്വീകരിക്കുന്നതിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? പിതാവ് നൽകിയിരുന്ന കത്തിൽ നിന്ന് ഞാനിത് അറിഞ്ഞിരുന്നത് കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വന്നത്. ആൽഫ്രഡ് ആത്മാർത്ഥതയുള്ളവനും ദൈവസ്നേഹവും പരസ്നേഹവും ഒത്തിണങ്ങിയവനുമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവഭയവും വിശ്വാസവുമുള്ള ഒരു ജനത അവനിലൂടെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങളുടെ തീരുമാനം ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. നന്ദിയുണ്ട് ഗുരുവേ. വളരെ അനുയോജ്യമായ സമയത്താണ് അങ്ങയുടെ ആഗമനം. ലക്സംബർഗ് രാജവംശത്തിലെയും വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെയും പിതാമഹന്മാരുടെ മണ്ണാണിത്. അതിന്റെ പ്രൗഢിയും ഐശ്വര്യവും നിറം കെടാതെ നിലനിർത്താൻ ആൽഫ്രഡ് കാരണമാകുന്നെങ്കിൽ നാം അവനെ ദത്തുപുത്രനായി സ്വീകരിക്കുന്നു. അധികം കാലതാമസം വരുത്താതെ തന്നെ ആൽഫ്രഡിന്റെ പട്ടാഭിഷേകം നടത്താനും നാം കൽപ്പിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഒരു പുരോഹിതന്റെ കടമയാണ് അവരനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഞാൻ അതിൽ മുടക്കം വരുത്താറില്ല. ഗുരു, ഇപ്പോഴാണ് പ്രക്ഷുബ്ധമായ നമ്മുടെ മനസ്സൊന്ന് ശാന്തമായത്. അങ്ങയുടെ ആത്മീയ ഉപദേശത്താൽ ഈ കൊട്ടാരത്തിൽ ഐശ്വര്യം നിറയട്ടെ. നാം അല്പം വിശ്രമിക്കട്ടെ. ആൽഫ്രഡ്, വൈദികരോടും കൂദാശകളോടും നീ പ്രകടിപ്പിക്കുന്ന സ്നേഹവും ആദരവും ഞാൻ മനസ്സിലാക്കുന്നു. ബാല്യകാലത്തിന്റെ വേദനയിൽ താങ്ങായി നിന്ന രാജ്ഞിയോടൊത്ത് നീ സന്തോഷിക്കുക. ഒപ്പം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഞങ്ങളോടൊത്തുള്ള അങ്ങയുടെ സഹവാസം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പിതാവേ, ഏറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് കുറവുകൾ കണ്ടെത്തി അതൊരു വൈദികന്റെ മുൻപിൽ ഇറക്കി വെച്ച് ആത്മസന്തോഷം പ്രാപിക്കുക എന്നത്. ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നത് എന്റെ കടമയാണ്. രാജ്ഞി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്രധാനമന്ത്രിയും കൂട്ടാളിയും വരുന്നുണ്ടല്ലോ. കൊട്ടാരത്തിലെ പ്രധാന വ്യക്തികളെയെല്ലാം ആദ്യ സന്ദർശനത്തിൽ തന്നെ കാണാൻ കഴിയുന്നതിൽ സന്തോഷം. രണ്ടുപേരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നമ്മുടെ ആൽഫ്രഡിനെ രാജകുമാരനാക്കുന്നതിനുള്ള നമ്മുടെ തീരുമാനം ആത്മീയ പിതാവ് യോഹന്നാൻ ഗുരു ശരിവച്ചിരിക്കുന്നു. ആണോ? നല്ലത്. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. അല്ലേ മേപ്പോർ? അതെ അതെ, സന്തോഷിക്കാതെ തരമില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ നിൽപ്പിലും പാവത്തിലും സംസാരത്തിലും ഞാനൊരു വൈമനസ്യം കാണുന്നു. ഓ, 2 ദിവസമായിട്ട് നെഞ്ചിനകത്തൊരു പുകച്ചിലും ക്ഷീണവുമാണച്ചോ. അച്ഛൻ വലിയ പ്രാർത്ഥനാക്കാരനൊക്കെ അല്ലേ? അച്ഛന്റെ പ്രാർത്ഥനയിൽ ഇതും കൂടി അങ്ങ് ചേർത്തേക്ക്. ഓ, അതിന് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ലാത്തോ. അല്പം കൂവളത്തിന്റെ ഇല നന്നായി അരച്ചു പുരട്ടിയാൽ മതി. ഒരു തുടം നീര് ദിവസവും സേവിക്കുകയും ചെയ്തു നോക്കൂ. ഉള്ളിൽ എന്തെങ്കിലും വിഷമാലിന്യമുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അത് കൊള്ളാം. ഇന്നു മുതൽ ഈ ബൊഹീമിയ രാജ്യത്തിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരമുയർത്താനും
അജഗണത്തിന്റെ ആത്മീയ പാലകനായി മനസ്സിന്റെ കെട്ടുകളഴിക്കുവാനും നിങ്ങളുടെ ആത്മീയ രക്ഷയ്ക്കായി ജീവിതം വ്യയം ചെയ്യുവാനും ഞാൻ നിങ്ങളോടൊത്തുണ്ടാകും. ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത വിജയങ്ങൾ ബുദ്ധി കൊണ്ട് നേടിയെടുത്ത് ബൊഹീമിയായുടെ പേരും പെരുമയും വാനോളം ഉയർത്തിയവൻ ഈ ഫ്രെഡറിക്കാത്തോ. യുദ്ധക്കളത്തിൽ ശത്രു സൈന്യത്തിനെതിരെ ധീരമായി പോരാടുന്നവൻ. തന്ത്രങ്ങളുടെ പടച്ചട്ട ധരിച്ച് രാജാവിനെ മുന്നിൽ നിർത്തി രാജ്യം നയിക്കുന്ന പ്രധാനമന്ത്രിയാണോ ഞാൻ? തിരസ്കരണത്തിന്റെ തീച്ചുളയിൽ നിന്നും കുരുത്തുവന്ന ഈ ആത്തോ ആഗ്രഹിച്ചതെന്തും നേടിയിട്ടേ ഉള്ളൂ. പ്രധാനമന്ത്രി പദം ഇപ്പോഴും അങ്ങയിൽ ഭദ്രമാണല്ലോ, പിന്നെന്താണോ രാവലാതി? ഓ, നിൽക്കുന്നിടത്ത മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാനാകാത്ത വിഡ്ഢിയാണോടോ താൻ? കൊട്ടാരത്തിലെ സുഖസൗഭാഗ്യങ്ങളിൽ മുഴുകി രാജ്ഞിയുടെ വിരലിൽ തൂങ്ങി നടന്ന പീറപ്പയ്യൻ ഒരു സുപ്രഭാതത്തിൽ ദത്തുപുത്രനായിരിക്കുന്നു. എല്ലാത്തിനും കുടപിടിക്കാനും തീരുമാനം പറയാനും അരമനയിൽ നിന്നൊരു കത്തനാരുടെ എഴുന്നള്ളത്തും. ചാരത്തിൽ മൂടിക്കിടക്കുന്ന കനലുപോലെ വർഷങ്ങളായി ആത്തോ കൊണ്ടു നടക്കുന്ന മോഹമാ ആ രാജസിംഹാസനം. യുദ്ധവിജയത്തോടെ അത് പതിയെ പതിയെ ഊതി തെളിയിക്കാൻ തുടങ്ങുമ്പോഴാ രാജാവിന്റെയും രാജ്ഞിയുടെയും ആ കള്ളക്കത്തനാരുടെയും മറുചിന്തയിൽ രൂപം കൊണ്ട ആൽഫ്രഡ് എന്ന വിഷവിത്ത്. പ്രധാനമന്ത്രി, അങ്ങ് പറഞ്ഞു വരുന്നത് കൊട്ടാരത്തിലെ നമ്മുടെ സ്ഥിതി അപകടത്തിലാണെന്നോ? നടക്കില്ല മേപ്പോർ. മോഹിച്ചതും വീണ് കിട്ടിയതും കണ്ണിൽ കണ്ടതും കാതിൽ മന്ത്രിച്ചതും വെട്ടിപ്പിടിച്ചേ ശീലമുള്ളൂ എനിക്ക്. അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ദാരിദ്ര്യമല്ലിത്, ഇതെന്റെ അവകാശമാണ്. ആത്തോ, ഇനി എന്താ ഒരു പോംവഴി? മനസ്സു വെച്ചാൽ വഴികളാണോ മേപ്പോറില്ലാത്തത്? നിക്കോളോ വരുന്നുണ്ടല്ലോ. ഈ മരക്കഴുത എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഉള്ളത് പറയാലോ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്നെ എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആത്തോ, ഈ വിവരദോഷിയുടെ വരവ് സ്വയം കുഴിവെട്ടലാവും. ആഹാ, വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ചോറില്ലാന്നോ? ഞാൻ പോയേക്കാം. മേപ്പോർ, ഒന്നടങ്ങ്. എന്തു വേണമെന്ന് എനിക്കറിയാം. ഇവനെ അത്ര മണ്ടനായി കരുതണ്ട. ആ, അങ്ങനെ വഴിക്ക് വാ. എടാ, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാ? ഹൈ, എന്ത് ചോദ്യമാണിത്? വെൻസിലാവോസ് തിരുമനസ്. അതു നീ പുറമേ കാണുന്ന കാഴ്ച. അകത്തളത്തിൽ നീ കാണുന്ന കാഴ്ച എന്താടാ? മനസ്സിലായി. പോ അവിടുന്ന്. ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. മോശമല്ലേ? എടാ, ഇപ്പൊ ഭരണം നിയന്ത്രിക്കുന്നതാരാ? രാജ്ഞി. ഉപദേശിക്കാൻ യോഹന്നാൻ ഗുരു.
പിന്നെ ദത്തുപുത്രൻ ആൽഫ്രഡ്. ഓ, അതായിരുന്നോ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. മോനെ നിക്കോ, യോഹന്നാൻ ഗുരുവിനെ നമ്പി നമ്മുടെ നില തെറ്റാതിരുന്നാ മതി. ഇനിയാണ് നാം ചിന്തിക്കേണ്ടത്. രാജാവിന്റെ ഉപദേശകരായി രാജ്ഞിയും യോഹന്നാൻ ഗുരുവുമുള്ളപ്പോൾ പ്രധാനമന്ത്രിയായി ആത്തോയും മന്ത്രി മേപ്പോറും ഇനി എന്തിന്? എപ്പോ വേണേലും വലിച്ചെറിയാവുന്ന കറിവേപ്പില. ഇതിലും ഭേദം രാജിവെച്ചു പോകുന്നതാണ്. അതെ അതെ, രാജിവെച്ചു പോകണം. ചീ, ഉച്ചയിൽ വെട്ടം കാണാത്തവനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിക്കോ, പോകേണ്ടത് നമ്മളല്ല, അവർ. യോഹന്നാൻ ഗുരുവും ആൽഫ്രഡും. അതിന് യോഹന്നാൻ ഗുരു നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിക്കോ, മുന്നോട്ടുള്ള പാതയിൽ തടസ്സമായി നിൽക്കുന്നതെന്തും വേരോടെ പിഴുതെറിയണം. അല്ലെങ്കിൽ അത് വീണ്ടും മുളപൊട്ടും. ആത്തോ പറഞ്ഞതാണ് ശരി. അവരെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കണം. അത്രയുള്ളോ? അക്കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഉള്ളത് പറയാലോ. നമ്മുടെ കൊട്ടാരം പ്രാർത്ഥനാ മുറിയിൽ ധാരാളം കുന്തിരിക്കമുണ്ട്. അതെടുത്ത് യോഹന്നാൻ അച്ഛന്റെയും ആൽഫ്രഡിന്റെയും മുറിയിൽ അങ്ങ് പുകയ്ക്കണം. മരക്കഴുതേ, പുകച്ചു പുറത്തു ചാടിക്കാൻ കുന്തിരിക്കമല്ല വേണ്ടത്, കുതന്ത്രം. കുതന്ത്രം, കുതന്ത്രം, അതാണ് വേണ്ടത്. ഓ, അതെങ്ങനെ? രാജാവ് രാജ്ഞിയെ സംശയിക്കണം. യോഹന്നാൻ ഗുരുവും രാജ്ഞിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം. പിന്നെ ദത്തുപുത്രൻ ആൽഫ്രഡ്. ഇതൊരു ഞാണിന്മേൽ കളിയാ. അതിന് നമുക്കിവന്റെ സഹായം വേണ്ടി വരും. യോഹന്നാൻ ഗുരുവും രാജ്ഞിയും ഒരുമിച്ചുള്ള വേളകൾ നീ കണ്ടു മനസ്സിലാക്കണം. അത് നിസ്സാരം. എന്നും രാവിലെ കത്തീഡ്രൽ പള്ളിയിൽ ദിവ്യബലിക്കെന്നും പറഞ്ഞ് അവർ മൂവരും പോകും. പിന്നെ പ്രത്യേക പ്രാർത്ഥന, കുംഭസാരം, ഭവന സന്ദർശനം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചെത്തുമ്പോ ഒരു നേരമാവും. ഇത് വെച്ച് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. മോനെ നിക്കോളോ, എന്നും ഇങ്ങനെ കൊട്ടാരത്തിൽ അടിമവേലയുമായി നടന്നാൽ മതിയോ? ഒരു ഉയർച്ചയൊക്കെ വേണ്ടേ? പിന്നെ വേണ്ടേ? നിക്കോ, കൂടെ നിന്നാൽ, കാര്യങ്ങൾ നമുക്ക് അനുകൂലമായാൽ, മോനെ നിക്കോ, നിന്നെ ഞാൻ ഉയർച്ചയിലേക്കിരുത്തും. അങ്ങനെ പറ. ഇപ്പോഴാ എനിക്ക് ഉപകാരമുള്ള കാര്യം വന്നത്. കാര്യം ചോറ് തന്ന കൈക്ക് കൊത്തന പണിയാണിത്. പക്ഷേ എനിക്ക് കൂടെ ഗുണമുള്ള കാര്യമായതുകൊണ്ട് അതിൽ ഖേദമൊന്നുമില്ല. ഞാൻ നിങ്ങളോടൊപ്പം വിശ്വസ്തനായി എന്നും ഉണ്ടാകും. നിക്കോളോ, കേവലം ഒരു രാജഭൃത്യനായിരുന്നിട്ടും നിനക്കെന്താ ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യം? അത് പിന്നെ എന്നും ഈ കൊട്ടാരത്തിലെ എച്ചിൽ കഴുകി ജീവിച്ചാൽ മതിയോ? എനിക്കുമില്ലേ ചില സ്വപ്നങ്ങൾ. നിങ്ങൾ രാജപദവിയിലെത്തിയാൽ എനിക്കും വേണ്ടേ ഒരു മന്ത്രിസ്ഥാനം? അല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പരമരഹസ്യമായിരിക്കണമെന്നറിയാമല്ലോ. കൊട്ടാരത്തിലെ കാര്യങ്ങൾ അണ്ണുവിട തെറ്റാതെ ഞങ്ങൾക്ക് എത്തിക്കുകയും വേണം. ഇക്കാര്യങ്ങൾ പുറത്തുപോയാൽ, മോനെ നിക്കോ, വിടുവായിത്തരം പറയുന്ന ഈ നാവും ബുദ്ധി തെളിയാത്ത നിന്റെ തലയും ഇനി ഉണ്ടാവില്ല. ഓർത്തോ? അതിനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. എന്നാ ചെല്ല്. കൊട്ടാരത്തിൽ ഞങ്ങളെ കാണുമ്പോൾ അത്രയ്ക്ക് സ്നേഹപ്രകടനമൊന്നും കാണിക്കണ്ട. അതൊട്ടുണ്ടാകില്ല. ആത്തോ, നിക്കോളോ പ്രശ്നം ഉണ്ടാക്കോ? നേരായ ബുദ്ധി കുറവാണെന്നേ ഉള്ളൂ. കുരുട്ടുബുദ്ധി അവനിൽ വേണ്ടുവോളമുണ്ട്. മേപ്പോർ,
അധികാരത്തിനു വേണ്ടി പടപൊരുതി ബൊഹീമിയ സിംഹാസനം കൈയാളുവാൻ ഒരന്തനെ പോലെ എന്റെ മനസ്സ് പരതുകയാ. പക്ഷേ കർമ്മശേഷിയും കൂർമ്മബുദ്ധിയും ദൈവാനുഗ്രഹവും നിറഞ്ഞ യോഹന്നാൻ ഗുരുവിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ മോഹങ്ങൾക്ക് കഴുകന്റെ ചിറകുമുളച്ചിരിക്കുന്ന അവസരമാണിത്. ആയുധം കൊണ്ടല്ല, ബുദ്ധിയുടെ സന്നിവേശം കൊണ്ട് പിഴുതെറിയണം ഏതു വർഗത്തെയും. മഹാരാജൻ, എന്താണ് കൊട്ടാരം വൈദ്യൻ പെട്ടെന്നൊരു വരവ്? അടിയൻ വന്നത് അങ്ങേ ഒരു പ്രത്യേക കാര്യം ധരിപ്പിക്കാനാണ്. എന്താണത്? നമ്മുടെ രാജ്യം മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വസൂരി എന്നൊക്കെ വിളിക്കുന്ന മഹാരോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നു. ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ്. കൃത്യമായ മരുന്നില്ല എന്നതാണ് ഭയാനകം. ശരി. ഐശ്വര്യത്തിൽ ആറാടിയിരുന്ന നമ്മുടെ നാട് അധപതനത്തിലേക്ക് നീങ്ങുകയാണ്. നിക്കോളോ, എവിടെയായിരുന്നു നീ? കിതയ്ക്കുന്നുണ്ടല്ലോ. അത് പിന്നെ വൈദ്യൻ പറയുന്നത് കേട്ടപ്പോ അതിന്റെ ഭീകരതയിൽ പേടിച്ചു പോയതാ. മന്ത്രിമാർ എത്തിയോ? ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആകെ രോഗപീഠകളാണ്. അറിഞ്ഞിരുന്നു പ്രഭോ, പ്രതിരോധ മരുന്നുകൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട്. കൊള്ളാം. എല്ലാം മുൻകൂട്ടി അറിഞ്ഞു ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പ്രഭു, ഞങ്ങളിപ്പോൾ വന്നത് മറ്റൊരു കാര്യം കൂടി ഉണർത്തിക്കാനാണ്. പറഞ്ഞോളൂ, നാം കേൾക്കാൻ സന്നദ്ധനാണ്. സോഫിയ രാജ്ഞിയുടെ കാര്യമാണ്. എന്താണത്? രാജ്ഞിക്ക് എന്തെങ്കിലും ആപത്ത്? രാജ്ഞിക്ക് ആപത്തൊന്നുമില്ല, പക്ഷേ ആപത്ത് അങ്ങേക്കാണ്. നമുക്കോ? തെളിച്ചു പറ മന്ത്രി. അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ രാജ്ഞിയും യോഹന്നാൻ ഗുരുവും തമ്മിൽ പൂർത്തിയാക്കുമേ പോർ. ക്ഷമ നശിക്കുന്നു. നമ്മുടെ രാജ്ഞിയും യോഹന്നാൻ ഗുരുവും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട്. ഈ രാജസിംഹാസനത്തിൽ കടന്നു വന്ന് നമുക്കെതിരെ അസഭ്യം പറയാൻ മാത്രം നീ വളർന്നു. മഹാരാജൻ, ഞങ്ങളുടെ കണ്ണുകൾ കള്ളം പറയില്ല. അങ്ങയുടെ പത്നിയും യോഹന്നാൻ ഗുരുവും പലപ്പോഴും ശൃംഗരിക്കുന്നതും തലയിൽ കൈകൾ വെച്ച് തലോടുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാറ്റിനും പേര് കുംഭസാരമത്രേ, കുംഭസാരം. അതുപോലെ അങ്ങയുടെ പത്നിയെയും ആൽഫ്രഡിനെയും കുറിച്ച് നിർത്ത്. ബൊഹീമിയയുടെ രാജ്ഞി, നമ്മുടെ പ്രിയ പത്നി, അവൾ നിഷ്കളങ്കയും നിർമ്മല മനസ്സുമുള്ളവളാ. അവൾ തെറ്റ് ചെയ്യില്ല. നാം ഇത് വിശ്വസിക്കില്ല. വിശുദ്ധിയും വിശ്വാസവും നിറഞ്ഞ ഒരു വൈദിക ശ്രേഷ്ഠനാണ് യോഹന്നാൻ ഗുരു. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി അസാധ്യം. പിന്നെ ആൽഫ്രഡ് അവൾക്ക് സ്വന്തം സഹോദരൻ തന്നെയാണ്. മനസ്സിന് കുഷ്ഠം ബാധിച്ച മനുഷ്യരൂപങ്ങളെ കടക്കുപുറത്ത്. ക്ഷമിക്കണം പ്രഭു, അവിവേകമാണ് ഞങ്ങൾ ഉണർത്തിച്ചതെങ്കിൽ ഞങ്ങളുടെ ജഡം ഈ ഓൾഡാവ് നദിയിൽ ഒഴുകിക്കൊള്ളട്ടെ. ഊരിയ ഉടവാൾ, രക്തം കാണാതെ ലക്സംബർഗ് രാജവംശത്തിലെ നാടുവാഴികൾ ഉറയിലിടാറില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എന്റെ മുമ്പിൽ പുലമ്പിയതൊന്നും തെളിവുകളില്ലാതെ വിശ്വസിക്കാൻ നാം ഒരുക്കമല്ല.
പോയി തെളിവുകൾ കൊണ്ടുവരൂ. അവ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഊരിപ്പിടിച്ച ഈ ഉടവാൾ നിന്റെയൊക്കെ ഇടനെഞ്ചിലൂടെ ഒന്ന് തിരിഞ്ഞിറങ്ങും. പിന്നെ നമുക്ക് ആ തോയും മേപ്പോറുമില്ല. പോയിക്കോ, പോയി തെളിവുകൾ കാണിച്ച് നമ്മെ ബോധ്യപ്പെടുത്ത്. തെളിവുകൾ അങ്ങയുടെ കണ്ണുകൾ തന്നെ കണ്ടറിയും. തീർച്ച. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി കരുതി നെഞ്ചോട് ചേർത്ത് നിർത്തിയതാ നിന്നെ ഞാൻ. ആ നീ എന്റെ ഉള്ളിൽ തീ കോരിയിട്ടെങ്കിൽ നിന്റെയും നിന്റെ അജപാലകന്റെയും തല വെട്ടിയെടുത്ത് ബൊഹീമിയായുടെ നഗര കവാടത്തിൽ ഞാൻ നാട്ടും. അത് മാനം നഷ്ടപ്പെട്ട ഒരു ഭർത്താവിന്റെ പ്രതികാരമായിരിക്കും. ആൽഫ്രഡ്, ഓരോ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അതെന്റെ ഹൃദയത്തിന്റെ ഭാഗമാകുന്നത് പോലെ തോന്നുന്നു. അതേ രാജ്ഞി, മനസ്സിന് വലിയൊരു ശാന്തത അനുഭവപ്പെടുന്നു. ഇന്ന് അച്ഛൻ സന്ദേശത്തിൽ പറഞ്ഞില്ലേ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് സ്വജീവിതം തന്നെ വിരുന്നാക്കി മാറ്റിയവന്റെ ബലിയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നതെന്ന്. എന്നിട്ടും അതനുഭവിക്കാൻ വളരെ കുറച്ചു പേർ മാത്രമേ ഈ കത്തീഡ്രലിൽ വരുന്നുള്ളൂ എന്നത് കാണുമ്പോൾ ഒരു വിഷമം. നമ്മുടെ നാട് രോഗബാധയിൽ വേദനിക്കുകയല്ലേ? ഇനി കുറേ പേർ വന്നോളും രാജ്ഞി. കാലിൽ മുള്ളുകൊള്ളുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കുന്നവരാ നമ്മുടെ ആളുകൾ. ഇനി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളും. രാജ്ഞിക്കറിയാമല്ലോ, ഞാനും സെമിനാരിയിൽ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എന്നത്. രണ്ടുപേരും എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ. അതേ പിതാവേ, ഇന്നത്തെ ദിവ്യബലിയെ പറ്റിയും പിന്നെ നമ്മുടെ നാടിനെ അലട്ടുന്ന വിഷസൂചികയെക്കുറിച്ചും. അതൊന്നും കൂടാതെ ചെറുപ്പത്തിൽ സെമിനാരിയിൽ ചേരാൻ കൊതിച്ചിട്ട് നടക്കാതെ പോയ ഒരാളുടെ നഷ്ടസ്വപ്നവും കേൾക്കുകയായിരുന്നു. ആൽഫ്രഡ്, നീ മിടുക്കനാണ്. തികഞ്ഞ വിശ്വാസവും പ്രാർത്ഥനയുമുള്ളവനാണ്. സെമിനാരിയിൽ ചേരാൻ പറ്റിയില്ല എന്നോർത്ത് നൈരാശ്യത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ബാല്യകാലത്ത് എനിക്കുണ്ടായിരുന്ന ആഗ്രഹം രാജ്ഞിയെ വെറുതെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. പിതാവേ, ദിവ്യബലി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ വിഷസൂചിക ബാധിച്ച് വേദന അനുഭവിക്കുന്നവരെയും മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാൻ പോകണമെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓ, ഞാനത് മറന്നു. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേളയിൽ പിതാവിനോട് പറഞ്ഞത് ഓർമ്മയില്ലേ? നീ എനിക്ക് നൽകിയവരെ ഞാൻ കാത്തു സൂക്ഷിച്ചുവെന്ന്. നമ്മുടെ കൊട്ടാരത്തിന് പുറത്ത് വേദന അനുഭവിക്കുന്നവരെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആവശ്യമെങ്കിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. വിശുദ്ധിയുള്ള മനസ്സിനെ വിശുദ്ധമായവ ചെയ്യുവാനും ദൈവാനുഗ്രഹം പകരാനും കഴിയൂ. ഒന്ന് കുമ്പസാരിക്കണമെന്ന കാര്യം ഞാൻ അങ്ങയോട് പറയാനിരിക്കുകയായിരുന്നു. ഏതായാലും
നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. സർവസൃഷ്ട വസ്തുക്കളുടെയും അതിനാഥനായ ദൈവമേ, ഈ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന മാരകരോഗത്തിൽ നിന്നും മോചിപ്പിക്കണമേ. രോഗത്താൽ വേദന അനുഭവിക്കുന്ന ഈ ജനതയുടെ മേൽ കരുണയായിരിക്കണമേ. കാരുണ്യകൂടാര വാതിലിൽ നിൽപ്പൂ, കരുണതന്നാൽ രൂപമാകുമെന്നീശോ. കാരുണ്യകൂടാര വാതിലിൽ നിൽപ്പൂ, കരുണതന്നാൽ രൂപമാകുമെന്നീശോ. അക്കരതാരിലണയുന്ന നേരം ആത്മാവിലാനന്ദ പെരുമഴക്കാലം ആയിട നെഞ്ചിൻ ചൂടറിയും നേരം അനുപമ സ്നേഹത്തിൻ ചെറുനൊമ്പരം രക്ഷക, എന്റെ രക്ഷക, അലിവാണു നിന്റെ അപരനാമം രക്ഷക, എന്റെ രക്ഷക, ക്ഷമയാന സ്നേഹം നിന്റെ ഭാവം. മെഴുതിരി പോലൊരുകി ഞാനാമരക്കൂടിൻ അരികിൽ ഒരു നിമിഷം മിഴി നിറഞ്ഞൊഴുകി നിന്ന നേരം മൊഴിഞ്ഞെന്റെ ആത്മാനുതാപമെല്ലാം ആമരക്കൂടിൻ്റെ ചെറുസുഷിരത്തിലൂടെ മന്ദമായി എന്നിലേക്കൊഴുകിയ കാറ്റിൽ എൻ മെഴുതിരിനാളം അണയാതെ നിന്നു. പിന്നെ പുതുദീപമായത് ജ്വലിച്ചുയർന്നു. ജ്വലിച്ചുയർന്നു, ജ്വലിച്ചുയർന്നു രക്ഷക, എന്റെ രക്ഷക, അലിവാണു നിന്റെ അപരനാമം രക്ഷക, എന്റെ രക്ഷക, ക്ഷമയാന സ്നേഹം നിന്റെ ഭാവം. എന്റെ വക്ഷസിൽ ചാരിക്കിടന്ന് ചൂട് പറ്റിയവളാണ് സോഫിയ നീ.
എന്റെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് സ്നേഹത്തിന്റെ നിറവേകിയവൾ ആ നീ നമ്മെ വഞ്ചിക്കുമോ? ഇല്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് കാണാനുള്ള കെൽപ്പും ഉൾക്കൊള്ളാനുള്ള മനസ്സും ഈ വെൻസ്ലോവോസിനില്ല. പക്ഷേ എന്റെ കണ്ണുകൾ കാണാൻ ആഗ്രഹിക്കാത്തത് ആ കുടിലിൽ നടന്നുവോ? മന്ത്രിമാരുടെ സംശയം സത്യമോ? ആൽഫ്രഡ്, സോഫിയ, യോഹന്നാൻ ഗുരു, നിങ്ങൾ ഈ വെൻസ്ലോവോസിനെ പരീക്ഷിക്കുകയാണോ? ഹോ, പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതുകൊണ്ട് പട്ടാഭിഷേകം നടത്താതിരിക്കാനും വയ്യ. കലുഷിതമായ മനസ്സിന് കടിഞ്ഞാണിടാനാവുന്നില്ലല്ലോ. ആഹാ, തിരുമനസ്സേ, അങ്ങ് എന്താണ് ഇവിടെ വിഷാദിച്ചു നിൽക്കുന്നത്? ഉള്ളത് പറയാലോ, ഇത് ശരിയല്ല. അതിഥികൾ എത്താറേയായി. അങ്ങ് അന്തപുരത്തിൽ പോയി പ്രൗഢിയുള്ള വേഷമൊക്കെ ധരിച്ച് ഒരുങ്ങി വരും മഹാരാജൻ. നിക്കോളോ, നമ്മുടെ ആൽഫ്രഡിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഉള്ളത് പറയാലോ. ഇല്ലാത്തത് പറയണമെന്നില്ല. ഓ അടിയൻ. പറയൂ. ഉള്ളത് പറയാലോ. പയ്യൻ കൊള്ളാം. ആളൊരു ശുദ്ധനും നിഷ്കളങ്കനുമാ. പക്ഷേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമോ? എന്താ ഇപ്പോൾ അങ്ങേക്ക് അങ്ങനെ തോന്നാൻ? മനസ്സിലൊരു അങ്കലാപ്പ്. ഉള്ളത് പറയാലോ, അതെനിക്കുണ്ട്. അതെന്താ? അല്ല, എല്ലായിടത്തും ഈ നിക്കോയുടെ കൈ എത്തണമല്ലോ. തിരുമനസ് ചെല്ല്, ഞാൻ ഇവിടേക്കൊന്ന് ഒരുക്കട്ടെ. ഉള്ളത് പറയാലോ, ഇപ്പോ എല്ലാം തീർന്നേനെ. ഇവിടെ ഉണ്ടായിരുന്നോ കൊട്ടാരം വൈദ്യൻ? അതെ, ഉള്ളത് പറയുക. ഈ ഉരുളി കമഴ്ത്തി വെച്ച വയറുമായി ആൽഫ്രഡ് കൊച്ചിന്റെ പട്ടാഭിഷേക വേദിയിലേക്ക് ഇങ്ങേര് വരണമെന്നില്ല. ശുംഭൻ, നിർത്ത നിന്റെ വായ്ത്താളം. ഉള്ളത് പറയാലോ, കുറെ കാലശേഷം അല്പം വീഞ്ഞു കുടിക്കാൻ കിട്ടുന്ന അവസരമാ. ഈ ആനച്ചമ്പ് നിറച്ചിട്ട് ബാക്കി ഉണ്ടാവോ? എടോ ഏപ്യ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല മനസ്സ് വേണം. ശരീരം താനേ വന്നോളും. വാചകം അടിക്കാതെ പണി ചെയ്യണോ ശുംഭ? ഇതാണ് ഉള്ളത് പറഞ്ഞാൽ വൈദ്യന് തുള്ളൽ. ബൊഹീമിയ ദേശവാസികളെ, വെനിസ്ലാവോസ് തിരുമനസിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെനിസ്ലാവോസ് മഹാരാജന്റെ ദത്തപുത്രൻ, ബൊഹീമിയയുടെ രാജകുമാരൻ ആൽഫ്രഡിന്റെ പട്ടാഭിഷേകത്തിനായി ഇതാ രാജസദസ്സ് ഒരുങ്ങിയിരിക്കുന്നു. ബൊഹീമിയ രാജ്യത്തിന്റെ ഐശ്വര്യദീപ്തമായ മഹാരാജൻ പ്രജാവത്സൻ വെൻസ്ലാവോസ് രാജതിരുമനസ്സേ, ആതിഥ്യം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന അയൽദേശങ്ങളിലെ സകല രാജാക്കന്മാരെ, പ്രഭുക്കളെ, നിങ്ങൾക്ക് ഈ ബൊഹീമിയ രാജ്യത്തിന്റെ വന്ദനം. ഈ സവിശേഷ ദിനത്തിൽ ബൊഹീമിയയുടെ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും സന്നിഹിതരായിരിക്കുന്ന പ്രിയ പ്രജകളെ, നമുക്കിന്ന് ആനന്ദോത്സവം. നമ്മുടെ പ്രിയ രാജകുമാരൻ ആൽഫ്രഡിന്റെ ഭരണ നൈപുണ്യം തിരിച്ചറിയുന്നതിനും ബൊഹീമിയ രാജ്യത്തിന്റെ ഭരണ സൗകര്യത്തിനായി വെനിസ്ലാവോസ് തിരുമനസിനാൽ വിഭജിക്കപ്പെട്ട ഫ്രാൻസിന്റെ ഭരണാധിപനായി ഇതാ ഈ നിമിഷം രാജകുമാരൻ അഭിഷേകം ചെയ്യപ്പെടുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങുകൾക്ക് ശേഷം ബൊഹീമിയ രാജ്യത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചു വന്ന ഏവർക്കും രാജകീയ വിരുന്നുണ്ടായിരിക്കുന്നതാണ്.
നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചെത്തിയിരിക്കുന്ന പ്രഭുക്കളെ, മന്ത്രി സംഘാംഗങ്ങളെ, സേനാ നായകരെ, നമ്മുടെ സ്വന്തം ബൊഹീമിയ നിവാസികളെ, നമ്മുടെ ഭരണാധികാരത്തിലുള്ള ഫ്രാൻസിന്റെ രാജാവായി നമ്മുടെ പ്രിയ ദത്തുപുത്രൻ ആൽഫ്രഡ് കുമാരനെ നാം നിയമിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ഈ സുവർണാവസരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു, ചടങ്ങുകൾ ആരംഭിക്കട്ടെ. സർവചരാചര സൃഷ്ടാവായ ദൈവമേ, സകല സൃഷ്ടവസ്തുക്കളുടെയും നിയന്താവേ, ബൊഹീമിയ രാജവംശത്തിന്റെ വിശുദ്ധ പാരമ്പര്യമനുസരിച്ച് ഫ്രാൻസിന്റെ ഭരണാധിപനായിരിക്കുന്ന ആൽഫ്രഡ് എന്ന ഈ മകന് നൽകപ്പെട്ടിരിക്കുന്ന പ്രജകളെ വിശ്വാസത്തിലും നീതിയിലും സ്നേഹാൈക്യത്തിലും നയിക്കുവാൻ കൃപയേകണമേ. എന്നാൽ നിങ്ങൾ ആഘോഷിക്കൂ, ഞാനൊന്ന് പുറത്തുപോയി വരാം. ആരംഭിക്കട്ടെ രാജകൊട്ടാരത്തിന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന വിശിഷ്ട വിരുന്ന്. നമ്മുടെ സവിശേഷമായി വീഞ്ഞു വിളമ്പൂ, ആഘോഷിക്കുവിൻ. ബൊഹീമിയായുടെ നർത്തകികളെ, നിങ്ങളുടെ നൃത്ത ചുവടുകളാൽ ആനന്ദത്താൽ ആറാടട്ടെ. ബൊഹീമിയ നീ ആനന്ദിക്കൂ. നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമോടാഗതനാകും. ചാരു സംഗീതം മീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ ആഗതനാകുന്നു. ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമോടാഗതനാകും. ചാരു സംഗീതം മീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ ആഗതനാകുന്നു. പടയൊരുക്കി പടവാളേന്തും പടനായകനാം പ്രജാപതി രാജകുമാരൻ രാജസേവകൻ, രാജകുമാരൻ രാജസേവകൻ രാജാതിരാജൻ. പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം
പട്ടാഭിഷേകം ബൊഹീമിയ നീ ആനന്ദിക്കൂ, ബൊഹീമിയ നീ ആനന്ദിക്കൂ. രാജകുമാരൻ രാജമഹേശൻ മംഗളഗാനമൊടാഗതനാകും. ചാരു സംഗീതം മീട്ടി ചുവടിൻ ചാരുതയോടെ രാജകുമാരൻ ആഗതനാകും. മഹാരാജൻ, അത് കുടിക്കരുത്. എന്തോ പന്തികേടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വീഞ്ഞിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങയുടെ വീഞ്ഞിന്റെ നിറം മാറിയിരിക്കുന്നു. അത്തോ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അങ്ങ് സൂക്ഷിക്കണം. ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന ആരോ ഒരാൾ അങ്ങക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ട് നമുക്കെതിരെ തിരിഞ്ഞു കൊത്താൻ ആർക്ക് ധൈര്യം? തിരുമനസേ, അങ്ങയുടെ വീഞ്ഞിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് മതി അത് കുടിക്കാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ കാരാഗൃഹത്തിലുണ്ട്. അവൻ കുടിച്ചു നോക്കട്ടെ മഹാരാജൻ. എല്ലാം നമ്മുടെ മന്ത്രിമാർ പറയുന്നത് പോലെ. വേഗമാകട്ടെ. ഇവിടെ നമ്മുടെ ഭടന്മാർ. അവനെ വേഗം നമ്മുടെ രാജസന്നിധിയിൽ ഹാജരാക്കുവിൻ. ഉത്തരവ് പ്രഭു. ഇന്ന് ബൊഹീമിയയ്ക്ക് മംഗളകരമായ ദിനമാണ്. അതുകൊണ്ട് തടവറയിലുള്ളവരും അതിന്റെ ഭാഗമാകണമെന്ന് രാജാവ് കാംക്ഷിക്കുന്നു. ഇതാ, നിനക്കായി കരുതി വച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായ ബൊഹീമിയയിലെ വീഞ്ഞ് പാനം ചെയ്താലും. മഹാരാജാവേ, അങ്ങയുടെയും ബൊഹീമിയ രാജ്യത്തിന്റെയും പതനം ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഈ രാജസന്നിധിയിലുണ്ട്. അവനെ കണ്ടുപിടിക്കണം. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഈ ചതി ചെയ്തവൻ ആരായാലും അവനെ കണ്ടുകിട്ടിയാൽ അവന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. കണ്ടുപിടിക്കാൻ വഴിയുണ്ട് മഹാരാജൻ. ആരുടെയെങ്കിലും വസ്ത്രത്തിൽ വീഞ്ഞിന്റെ അംശമോ വിഷമെന്ന് തോന്നിപ്പിക്കുന്ന മറ്റു വസ്തുക്കളോ ഉണ്ടോ എന്ന് നമുക്ക് സൂക്ഷ്മ പരിശോധന നടത്താം. ഈ സദസ്സിൽ നിന്ന് തന്നെ നമുക്കത് കണ്ടെത്താനായാൽ കുറ്റവാളിയെ നമുക്ക് ഉറപ്പിക്കാം. ഈ രാജസദസ് വിട്ട് ഒരാളും പുറത്തു പോകാൻ പാടില്ല. സൈന്യനിര രാജസദസ്സിന് മുഴുവൻ കാവൽ നിൽക്കട്ടെ. ഓരോരുത്തരെയായി പരിശോധന നടത്തട്ടെ. നിക്കോളോ, നീ എവിടെ പോകുന്നു? ഇവിടെ വരിക. അല്ല, ഞാൻ വെറുതെ. കുറെ നാളായി നിനക്കൊരു മാറ്റം നാം കാണുന്നു. ഒരു പമ്മലും പതുങ്ങലും. അയ്യോ, ഉള്ളത് പറയാലോ. അടിയനിത് ജന്മനാ ഉള്ളതാ. വേണ്ട, ആസ്ഥാനത്ത് അധിക പ്രസംഗം വേണ്ട. ഇവനെ പരിശോധിക്കുക. കുടിച്ച വെള്ളം വരെ വേർത്തുപോയി. മഹാരാജൻ, ആൽഫ്രഡ്, നീ? ഇല്ല മഹാരാജൻ, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല, ഇത് ചതിയാണ്. ആരോ എന്നോടുള്ള പക തീർത്തതാണ്. ആൽഫ്രഡ്, നിന്നോട് പക തോന്നാൻ മാത്രം ആരാണ് ഇവിടെ ഉള്ളത്? എനിക്കറിയില്ല, പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല. ഇനി എവിടെ നിന്ന് വന്നു നിന്റെ കൈവശം ഈ മാരക വിഷം? എനിക്കറിയില്ല തിരുമനസേ. അങ്ങേക്കെതിരെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ എനിക്കാവില്ല. ഞാൻ നിരപരാധിയാണ്. തിരുമനസേ, അവൻ ഒരിക്കലും ഇത് ചെയ്യില്ല. മറ്റാരെയും കാൾ അവനെ എനിക്കറിയാം. അവനിത് ചെയ്യാൻ കഴിയില്ല. ഇത് മുൻകൂട്ടി മെനഞ്ഞ കൊടുംചതിയാണ്. അങ്ങിത് വിശ്വസിക്കരുത്. വികാരാവേശത്തിൽ തീരുമാനം കൈക്കൊള്ളരുത്. നിർത്തുന്നതിന്റെ ഉപദേശം. നാളിതുവരെ നിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന്റെ ഫലമാണിതൊക്കെ. ചത്ത സിംഹത്തെക്കാൾ നല്ലത്
ജീവിച്ചിരിക്കുന്ന നായയാണെന്ന് പോലും പ്രജകൾ എന്നെ കുറിച്ച് അടക്കം പറയാൻ തുടങ്ങി. ഇനി എനിക്ക് എന്റേതായ തീരുമാനം. തടയാൻ ആരും നോക്കേണ്ട. പിതാവേ, ആൽഫ്രഡ്, എന്തു പറ്റി? എന്താ ഇവിടെ നടക്കുന്നത്? പിതാവേ, ഉള്ളുകൊണ്ട് പോലും ചിന്തിക്കാത്ത തെറ്റിന് എന്നെ കുറ്റക്കാരനായി വിധിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ വീഞ്ഞിപ്പാന പാത്രത്തിൽ ഞാൻ വിഷം കലർത്തിയെന്ന് ആരോപിക്കുന്നു. ചതിയാണിത് പിതാവേ, എന്നെ രക്ഷിക്കണം. ദൈവമേ, എന്ത് അഗ്നിപരീക്ഷണമാണ് ഞാൻ ഈ കാണുന്നത്? ഫ്രാൻസിന്റെ കിരീടപതിയെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടത്തിൽ തന്നെയുള്ള ഏതോ ദുഷ്ടശക്തിയുടെ കുതന്ത്രമാണിത്. തിരുമനസ്സേ, യഥാർത്ഥ കുറ്റവാളിയെ ഉടൻ കണ്ടുപിടിക്കണം. അതിനി മറ്റൊരാളെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല അച്ചോ. ആൽഫ്രഡിന്റെ പുറംകുപ്പായത്തിൽ നിന്ന് തന്നെ കിട്ടി. അവനാണ് കുറ്റവാളി എന്ന് വെളിപ്പെടുത്തുന്ന തെളിവ്. നമ്മോടും ബൊഹീമിയയിലെ പ്രജകളോടുമുള്ള കടുത്ത അപരാധം. രാജ്യദ്രോഹ കുറ്റത്തിന് കഴുമരത്തിലേറ്റുന്ന കടുത്ത ശിക്ഷയാണ് നമ്മുടെ പാരമ്പര്യം. അതിൽ മാറ്റമില്ല. തിരുമനസ്സേ, അങ്ങ് അവിവേകമാണ് ഈ കാണിക്കുന്നത്. ആൽഫ്രഡ് ഒരിക്കലും ഇത് ചെയ്യില്ല. അച്ചോ, എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുവായിരുന്നല്ലേ? നമ്മുടെ മന്ത്രിമാർ അവരുടെ തെറ്റായ ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമ്മെ കാണിച്ചെങ്കിലും നാം അത് കാണാനോ വിശ്വസിക്കാനോ കൂട്ടാക്കിയില്ല. ഇപ്പോൾ എല്ലാം മനസ്സിലായി. കരുതിക്കൂട്ടിയുള്ള നിങ്ങളുടെ ചതി മിണ്ടരുതിനി. വെൻസ്ലാവോസ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, അച്ഛന്റെ സാന്നിധ്യവും ഉപദേശവും ഇനി ഈ കൊട്ടാരത്തിൽ വേണ്ട. ആൽഫ്രഡ്, നാം സിംഹാസനവും കിരീടവും തന്നു. പക്ഷേ നീ നമ്മുടെ വിശ്വാസത്തെ വഞ്ചിച്ചു. റോമാ സാമ്രാജ്യത്തിന്റെ പ്രതാപവാനായ ചാൾസ് ചക്രവർത്തിയുടെ മകൻ വെൻസ്ലാവോസിന് ഇനി രക്ഷിക്കാനാവില്ല. കൊണ്ടുപോകൂ. രാജാവിന് പോലും രക്ഷിക്കാനാവാത്ത രാജപുത്രൻ നാളെ നേരം പുലരുമ്പോൾ തന്നെ ഇവനെ കഴുമരത്തിലേറ്റുക. തൂക്കുകയറിൽ പിടയുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ, അല്ല ഇപ്പോൾ തന്നെ ഇവനെ മുഖം മൂടി ധരിപ്പിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. വെളിച്ചത്തിന്റെ ലോകത്ത് നിന്ന് ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് ജീവനോടെ തന്നെ ഇവൻ പ്രവേശിക്കട്ടെ. അതോ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കട്ടെ. ആൽഫ്രഡ്, സോഫിയ, നീ തളരരുത്. ആൽഫ്രഡ്, ദൈവത്തിനു മുൻപിൽ നീ നീതിമാനാണ്. ആരൊക്കെ നിന്നെ എതിർത്താലും നിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. അച്ചോ, ആത്മീയോപദേശവും കിന്നാരം പറച്ചിലും ഒക്കെ മതി. ഇനി ഇതൊന്നും വിലപ്പോവില്ല. നോക്കി നിൽക്കാതെ ഈ നീചനെ പിടിച്ച് കൽത്തുറങ്കിലടയ്ക്കുക. കത്തനാരച്ചോ, അരുമ ശിഷ്യനെ അവസാനമായി കണ്ട് ഒരാശീർവാദം കൊടുത്ത് നല്ല മരണത്തിന് ഒരുക്കിയേക്ക്. അയ്യോ പാവം, ബൊഹീമിയയുടെ പുണ്യം പോലും. സോഫിയ രാജ്ഞിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. വാമേപ്പോർ, നമുക്ക് പോകാം. ആത്മീയ ഗുരു തഴുകിത്തലോടി ആശ്വസിപ്പിക്കട്ടെ. അതോ അഴുക്കു നിറഞ്ഞ നിന്റെ ജീവിതവും വിലകെട്ടവ സംസാരിക്കുന്ന നിന്റെ നാവും നിയന്ത്രിച്ചു കൊള്ളുക. ഒന്ന് പേടിപ്പിക്കാതെ പോവച്ചോ. ഒരു കള്ള കത്തനാര് വന്നിരിക്കുന്നു. എന്റെ ആൽഫ്രഡ്, അപ്പനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ
എനിക്ക് താങ്ങായി നിന്ന എൻ്റെ കൂടപ്പിറപ്പ്, എന്നും എനിക്ക് ആവോളം സ്നേഹം മാത്രം നൽകിയ സഹോദരൻ, അവൻ നാളെ കഴുമരത്തിലേറുമെന്ന്. എന്താ പിതാവേ ഇങ്ങനെ? എന്നും കൊട്ടാരത്തിനും രാജ്യത്തിനും നന്മയായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും രാജ്ഞി, ഇന്നുവരെ ഈ ലോകത്തിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചവരൊക്കെ തിരസ്കൃതരായിട്ടേ ഉള്ളൂ. എല്ലാം നന്മയായി പരിണമിപ്പിക്കുന്നവനിൽ പ്രത്യാശ വയ്ക്കുക. സഹിക്കുന്നവരെ തോളിലേറ്റുന്ന ദൈവമാണ് നമ്മുടേത്. നിസ്സഹായ അവസ്ഥയുടെ പാതാളങ്ങളിൽ വിധികൽപിതമായ നെരുപ്പോടുകളിൽ എരിയാൻ മനുഷ്യനെ വിട്ടിട്ട് ദേവലോകത്ത് കാത്തിരിക്കുന്ന ദൈവമല്ല നമ്മുടേത്. മറിച്ച് കുരിശിന്റെ ചിറകുകളിൽ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പിതാവേ, അങ്ങ് പറയുന്നത് എന്തെന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. രാജ്ഞി, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെയുള്ള ദൈവസാന്നിധ്യത്തെ നീ തിരിച്ചറിയുക. ഒന്നു മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. രാജ്ഞിയുടെ സന്തത സഹോദരൻ നാളെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പോലും മരിക്കില്ല. അവൻ ജീവിക്കും. ദൈവത്തിനായി അവൻ ജീവിക്കും. ഇല്ല, എന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചവനാണവൻ. അവൻ അർഹിക്കുന്നത് ഈ ശിക്ഷ തന്നെയാ. സോഫിയ, നിന്റെ സാന്നിധ്യം നാം ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതോ നമുക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയുമായിട്ടാണോ നിന്റെ വരവ്? അരുത്, ഞാൻ മനസ്സിൽ പോലും കരുതാത്തതാണ് അങ്ങ് പറയുന്നത്. അങ്ങയുടെ സകല ഐശ്വര്യങ്ങൾക്കും കൂട്ടുനിന്ന് അങ്ങയോടൊപ്പം സന്തോഷിച്ച പ്രിയതമയായിരുന്നു ഞാൻ. ആ എന്നെ പോലും അങ്ങ് അവിശ്വസിക്കുന്നു. സോഫിയ, നീ എന്റെ ശക്തിയായിരുന്നു, എന്റെ ഐശ്വര്യമായിരുന്നു. നിന്റെ ആത്മീയ പിതാവിന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് വരെ. അതിനുശേഷം നിന്നിൽ പ്രകടമായ പല മാറ്റങ്ങളും ഞാൻ കണ്ടു. നിന്റെ സഹോദരനെ നമ്മുടെ ദത്തുപുത്രനാക്കിയതും നിങ്ങളുടെ തന്ത്രമായിരുന്നു എന്ന് നാം സംശയിക്കുന്നു. സകല സൗഭാഗ്യങ്ങളും ഞാൻ അവന് കൊടുത്തിരുന്നു. എന്നിട്ടും അവൻ എന്നെ വഞ്ചിച്ചു. ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. തിരുമനസേ, എന്റെ ആൽഫ്രഡ്, അവൻ നിരപരാധിയാണ്. ജീവനുള്ള ഒന്നിനെയും വേദനിപ്പിക്കാൻ അവനാവില്ല. അങ്ങയെ വധിക്കാൻ ശ്രമിച്ചത് അവനല്ല. അങ്ങ് അവനെ ശിക്ഷിക്കരുത്, എന്റെ അപേക്ഷയാണ്. ഓഹോ, അവനല്ലാതെ ചെയ്തെങ്കിൽ പിന്നെ ആര്? അത് എനിക്കറിയില്ല. പക്ഷേ ഇത് കരുതിക്കൂട്ടിയ ഒരു ചതിയാണ്. സോഫിയ, നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ? എന്താണ് തിരുമനസ്സേ, അങ്ങും പ്രിയപത്നിയും തമ്മിൽ പുലർച്ചെ തന്നെ ഒരു തർക്കം? തർക്കമല്ലാത്തോ, തുണ സഹോദരന്റെ വിയോഗമോർത്ത് നെഞ്ചുരുകുന്ന പ്രിയ സഹോദരിയുടെ രോദനം. അവൻ തെറ്റ് ചെയ്തിട്ടില്ല പോലും, ആരോ ചതിച്ചതാണെന്ന്. തിരുമനസ്സേ, രാജ്ഞി അത് പറയും. സ്വന്തം സഹോദരന്റെ ജീവൻ പടയുന്നത് കാണാൻ ഏതെങ്കിലും സഹോദരി ആഗ്രഹിക്കുമോ? നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോൾ
മനസ്സിനുറപ്പില്ലാത്ത സ്ത്രീരത്നങ്ങളെയൊക്കെ എന്തിനാ തിരുമനസ്സെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആത്തോ, തെറ്റു ചെയ്യാത്തവനെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി കഴുമരത്തിലേറ്റുന്നതാണോ നിന്റെ ഭാഷയിൽ മംഗളകർമ്മം? വേണ്ട, എന്റെ ജീവൻ രക്ഷിച്ചവനാത്തോ. ഇനി അവന്റെ വാക്കുകളെ തടയാൻ നിനക്ക് അവകാശമില്ല. തടസ്സം നിൽക്കാതെ പ്രിയതമ കൊട്ടാരത്തിലേക്ക് ചെല്ല്. പോയി നിന്റെ ഗുരുവിനോടൊത്ത് പ്രാർത്ഥിക്ക്. അതെ അതെ, പുലർച്ചെ ആയതുകൊണ്ട് പ്രാർത്ഥനാകാരനച്ഛൻ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഉണ്ടാവും. തിരുമനസ്സേ, അങ്ങയുടെ തീരുമാനത്തിന്റെ വിശ്വാസ്യത അറിയാൻ പ്രജകൾ എത്തിയിരിക്കുന്നു. വാക്കിൽ പിഴയ്ക്കാത്തവനാണ് ഈ വെൻസ്ലാവോസ്. ആൽഫ്രഡ്, എന്റെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞവൻ. അവനെ ദത്തുപുത്രനാക്കിയതിൽ ഞാൻ ലജ്ജിക്കുന്നു. കൊണ്ടുവരൂ ആ നെറികെട്ടവനെ ഈ വെൻസ്ലാവോസിന്റെ നീതിപീഠത്തിനു മുൻപിൽ. ആൽഫ്രഡ്, വരൂ രാജകുമാര. നിനക്കായി ഒരുക്കിയിരിക്കുന്ന സിംഹാസന വേദിയിലേക്ക് കയറി നിൽക്കുക. നിന്നെ കൺകുളിർക്ക കാണാൻ പ്രജകളുടെ സാന്നിധ്യവുമുണ്ട്. അതിൽ നീ അഭിമാനിക്കുക. ധൃതി വേണ്ടാത്തോ, ഇനിയും സമയം ബാക്കിയുണ്ട്. ബൊഹീമിയയുടെ രാജകുമാരന്. ആൽഫ്രഡ്, നീ എന്തിനെന്നോട് ഇത് ചെയ്തു? എനിക്ക് ശേഷം ബൊഹീമിയയുടെ പ്രജാപതിയായി നിനക്ക് വാഴാമായിരുന്നല്ലോ. എന്നിട്ടും ഈ ആവേശം എന്തിനായിരുന്നു? ഈ ശിക്ഷ നീ എന്നിൽ നിന്നും ഇറങ്ങു വാങ്ങിയതാണ്. അഴിച്ചു മാറ്റവന്റെ മുഖമൂടി. ആ തിരുമുഖം ഞാനെന്ന് കാണട്ടെ. യോഹന്നാൻ, നിങ്ങൾ രാജാവിന്റെ മുമ്പിൽ ധിക്കാരം കാണിക്കുന്നോ? രാജകൽപ്പനയ്ക്ക് പുല്ലുവില കൽപ്പിച്ച നീചഗുരു വഞ്ചിച്ചു നിങ്ങൾ എന്നെയും ഈ രാജ്യത്തെയും. ഇല്ല, ഇനി നിങ്ങൾക്ക് മാപ്പില്ല. ആൽഫ്രഡ് എവിടെ? അറിയില്ലല്ലേ? കൊണ്ടുപോകൂ ഈ രാജ്യദ്രോഹിയെ. എന്നെ വധിക്കാൻ ശ്രമിച്ചവനെ രക്ഷപ്പെടുത്തിയ പുരോഹിത ശ്രേഷ്ഠൻ, ആത്മീയ ഗുരു. അടക്കിയാളെ കൽത്തുറുങ്കിൽ പീഡകളുടെ തീച്ചൂളയിൽ കിടന്നുരുകട്ടെ. നിന്റെ സഹനത്തിന്റെ അർത്ഥതലങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. നിന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും സർവവും പരിത്യജിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ 100 ഇരട്ടി ലഭിക്കുമെന്ന നിന്റെ വാക്കുകളുടെ പൊരുൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നെ മാറോട് ചേർത്ത് തഴുകി തലോടി വളർത്തിയ എന്റെ മാതാപിതാക്കൾ, സ്നേഹത്തിന്റെ തണലേകിയ ബന്ധുജനങ്ങൾ. പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക്. ഇതാ, നിന്നെ പോലെ സർവരാലും പരിത്യക്തനായി മരണത്തിന്റെ നിഴൽ മുന്നിൽ കണ്ട് നിന്റെ ദാസൻ. നാഥ, എന്നെ തന്നെ നിനക്കായി അർപ്പിക്കാനുള്ള ഉൾക്കരുത്ത് നീ എനിക്ക് ഏകണമേ.
സോഫിയ, പിതാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാനാണ് അങ്ങ് അനുഭവിക്കുന്ന പീഡകളുടെ ഉത്തരവാദി. ഈ കൊട്ടാരത്തിൽ ഒരു ആത്മീയ പിതാവ് വേണമെന്ന പിടിവാശി എന്റേതു മാത്രമായിരുന്നു. പക്ഷേ അതെങ്ങനെ ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഗുരു. സോഫിയ, നീ വിഷമിക്കരുത്. ഇതൊന്നും നീ മൂലം സംഭവിച്ചതല്ല. ബലിയാകേണ്ട പീഠത്തിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടവനാണ് പുരോഹിതൻ. സങ്കടങ്ങളും സംഘർഷങ്ങളും ആരോപണങ്ങളുമാകുന്ന കണ്ണീർക്കണങ്ങളുടെ ഉപ്പുരസം തന്റെ ജീവിതയാത്രയിൽ ഒരു വേളയെങ്കിലും അവൻ പാനം ചെയ്യേണ്ടി വരും. ഉറ കെട്ടുപോകാൻ അനുവദിക്കാതെ ഞാനത് ആവേശത്തോടെ പാനം ചെയ്യുകയായിപ്പോൾ. ഗുരു, എന്റെ സഹോദരൻ മരിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ അത് സ്വയം ബലിയാകാനുള്ള മണിമുഴക്കമായിരുന്നെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കാൻ നമുക്കാവില്ല സോഫിയ. ആൽഫ്രഡ് ഏത് ജീവിതാവസ്ഥ ആഗ്രഹിച്ചുവോ അതിൽ അവൻ ഇപ്പോൾ സന്തുഷ്ടനായി കഴിയുന്നുണ്ട്. നിഷ്കളങ്കനായ അവന് വേണ്ടി ബലിയാകാൻ ഞാൻ ഒരുക്കമാ. പിതാവേ, ആൽഫ്രഡ് എവിടെയെന്ന് എനിക്കും അങ്ങേക്കും അറിയാമെന്നും ഞാനത് അങ്ങയോട് കുമ്പസാരത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് രാജസന്നിധിയിലെ ചർച്ചാ വിഷയം. ആ നിലയ്ക്ക് അങ്ങയെ അവർ ഇനിയും പീഡിപ്പിക്കും. എന്റെ പ്രിയനാഥൻ ഏറ്റുവാങ്ങിയ ആരോപണങ്ങളും നിന്ദാവചസ്സുകളും ഓർക്കുമ്പോൾ ഇതെത്ര നിസാരം. പിതാവേ, അങ്ങയുടെ മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ അന്വേഷിച്ച് അവർ ഇപ്പോൾ ബഹളം കൂട്ടുന്നുണ്ടാകും. ഞാൻ മടങ്ങുന്നു. അങ്ങെന്നെ അനുഗ്രഹിച്ചാലും. സോഫിയ, സമാധാനത്തോടെ പോകുക. ദൈവകരം നിന്നോടൊത്തുണ്ടാകും. ഗുരു, ഞാൻ പാപിയാണ്. എന്നോട് അല്പമെങ്കിലും കരുണയുണ്ടാകണം. എന്നെ ശപിക്കരുത്. നിക്കോളോ, ശപിക്കാനല്ല, ക്രിസ്തുവിന്റെ മുറിപ്പാടിന്റെ കരമുയർത്തി അനുഗ്രഹമാകാനുള്ളതാണ് ഒരു പുരോഹിതൻ. എന്തു പറ്റി നിനക്ക്? ഗുരു, അങ്ങേക്ക് ഈ ഗതി വരാൻ കാരണം ഞാനും കൂടെയാ. ആ മന്ത്രിമാരുടെ കൂടെ കൂടി അങ്ങേക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയതും ആൽഫ്രഡിനെ പുറത്താക്കാൻ വീഞ്ഞിൽ വിഷം കലർത്തിയതും ഞാനും കൂടെ ചേർന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഗുരു. ആൽഫ്രഡിനെ പുറത്താക്കി കൊട്ടാരത്തിൽ നല്ലൊരു സ്ഥാനം ഞാൻ ആഗ്രഹിച്ചു എന്നത് സത്യമാണ്. പക്ഷേ അങ്ങയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനോ പീഡിപ്പിക്കുവാനോ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. ഞാനത് ചെയ്യുകയുമില്ല ഗുരു. നിക്കോളോ, നീ നിരാശപ്പെടരുത്. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുന്നത് നന്മയുള്ള ഒരു മനസ്സ് നിനക്കുള്ളത് കൊണ്ടാണ്. നിന്റെ പാവങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ വെണ്മയുള്ളതായി തീരും. പിന്നെ
അവർ വരുന്നു. പിടിച്ച് കെട്ടാ ചതിയനെ. ഓഹോ, എല്ലാത്തിനും ഒരു നിഴല് പോലെ കൂടെ നിന്നിട്ട് അവസാനം ഒരു ഏറ്റുപറച്ചിലും കണ്ണീരും അല്ലേ? ഇല്ല, ഇത് ചതിയാണ്. അതേടാ, ചതിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കൂടെ കൂടിയത്? കൂടിയതല്ലോ, കൂടെ കൂട്ടിയതല്ലേ. ഓഹോ, ഇപ്പൊ കുറ്റം മൊത്തം ഞങ്ങൾക്ക്. എടാ, ചങ്കുറപ്പുള്ളവന് പറഞ്ഞിട്ടുള്ളതാ ഈ പണി. ഈ ആത്തോ ഒന്ന് മനസ്സിൽ കണ്ടാൽ അത് നേടിയിട്ടേ അടങ്ങൂ. അതിന് വിലങ്ങുതടിയായി നിന്നാൽ വെട്ടി മാറ്റും ഞാൻ. ഇല്ല, യോഹന്നാൻ ഗുരുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യമെല്ലാം ഞാൻ മഹാരാജാവിനോട് തുറന്നു പറയും. നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. മോനെ നിക്കോണോ? കുളം മാറി കുളിച്ചാൽ തല മറന്ന് തുമ്മുമെന്ന് ഞങ്ങൾക്കറിയാം. സത്യം വിളിച്ചു പറയാൻ ഇനി നീ കൊട്ടാരപ്പുമുഖം കണ്ടെങ്കിലല്ലേ? പിടിച്ചു കെട്ടവനെ കൊട്ടാരത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഒറ്റമുറിയിൽ പൂട്ടിയിടുക. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്നതെന്തും പിഴുതെറിയുക തന്നെ വേണം. അതാരായാലും ഈ ആത്തോയ്ക്ക് വെല്ലുവിളിയായി ആരും ഈ ഭൂമിയിലുണ്ടാവാൻ പാടില്ല. അത് രാജ തിരുമനസ്സാണെങ്കിൽ പോലും. വെൻസ്ലാവോസ്, നിന്നെ ഞാൻ നേടിയിരിക്കുന്നു. ഇനി നീ എന്റെ അടിമ. നിന്റെ ജീവന്റെ കടിഞ്ഞാൺ എന്റെ കൈകളിൽ. മഹാരാജൻ, മഹാരാജൻ, അങ്ങേക്ക് എന്തു പറ്റി? വിളിക്ക് നമ്മുടെ രാജ്ഞിയുടെ കുമ്പസാരക്കാരനെ. തീർച്ചയായും മഹാരാജൻ. എന്തൊക്കെയായിരുന്നു ഇവിടെ? രോഗശാന്തി ശുശ്രൂഷ, കുംഭസാരം, രോഗീലേപനം. ദാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കൊട്ടാരത്തിന്റെ ആത്മീയ ഗുരു പോലും. ഗുരു, അങ്ങയുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷം വരുന്നുവെന്നും അങ്ങ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കത്തനാരച്ചോ, ഞങ്ങളോട് പറ, എന്തിനാ ഈ പിടിവാശി? പറയൂ, ആൽഫ്രഡ് എവിടെയുണ്ട്? അച്ചോ, തന്റെ ദത്ത് സഹോദരൻ മരണപ്പെടുന്നത് കാണാൻ വയ്യാതെ
അവനെ അവൾ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചതാണെന്ന് എനിക്കറിയാം. രാജ്യ നിയമത്തിനെതിരെ പ്രവർത്തിച്ച അവൾ തെറ്റാണ് താൻ ചെയ്തതെന്ന് അറിവുള്ളത് കൊണ്ട് അങ്ങയോട് കുമ്പസാരിച്ചിട്ടുമുണ്ടാകും. അതുകൊണ്ടാണല്ലോ അവന് വേണ്ടി ബലിയാടാകാൻ അങ്ങ് തയ്യാറായത്. പറയൂ, ആൽഫ്രഡ് എവിടെ? ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ പറയുകയോ ചെയ്യുകയോ ഇല്ല. അവരിന് നന്മയായതും മാത്രം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ കത്തനാരച്ചോ, ഇത് ഞങ്ങൾക്ക് നന്മയായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ആൽഫ്രഡ് എവിടെയുണ്ടെന്ന് പറ കത്തനാരച്ചോ. ഗുരു, നിശബ്ദതയാകാം. അങ്ങ് പ്രാർത്ഥനാമുറിയിൽ. അങ്ങ് രാജ്യത്തിന്റെ ഉപദേശകനും കൂടിയാണല്ലോ. ആ നിലയ്ക്ക് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നാം ചോദിക്കുന്നത്. എന്താണ് ആ കുമ്പസാര രഹസ്യം? സകല അനാചാരങ്ങൾക്കും ദുർമന്ത്രവാദത്തിനും പുറകെ പോയി രാജ്യത്തിന്റെ നാശത്തിന് വഴിയൊരുക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയായ നിനക്ക് കുംഭസാരം എന്ന കൂദാശയുടെ പവിത്രത എന്തെന്നറിയാമോ? ഓ പിന്നെ, വിശ്വാസികളുടെ ജീവിതത്തിലെ പിഴവുകൾക്കും കുറവുകൾക്കും കാതുകൊടുത്ത് തന്നെ പോലുള്ള ഇടയന്മാർ സുഖം നേടുന്ന ഇടമല്ലേ കുംഭസാരം? അതോ നിർത്ത്. വിലകെട്ടവ സംസാരിക്കുന്ന നിന്റെ നാവ് കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും. അതോ കുഷ്ഠം ശരീരത്തിന്റെ രോഗമാണ്, എന്നാൽ ദുഷ്ടത മനസ്സിന്റെ രോഗവും. അത് നീ സ്വയം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാത്തിടത്തോളം കാലം നിന്റെ വക്രദൃഷ്ടിയിൽ ഇത് സുഖം തരുന്ന ഒരു ഇടമാകാം. പക്ഷേ ദൈവം തമ്പുരാൻ ഹൃദയവിശാലതയോടെ സകല തെറ്റുകളും ക്ഷമിക്കാൻ തയ്യാറായി തന്റെ ഇന്നലകളിലെ പാപഭാരം പേറി കണ്ണീരോടെ കുമ്പസാരക്കൂട്ടിലേക്ക് മണിക്കൂറുകൾ നോക്കി നിന്ന് അവന്റെ മുൻപിൽ അതിറക്കി വെച്ച് സ്നേഹത്തിന്റെ മുറിപ്പാട് കൊണ്ടുള്ള കുരിശടയാളം വാങ്ങി വരണ്ട ഭൂമിയിൽ പുതുമഴ പെയ്തവനെ പോലെ പോകുന്നവന് അത് സുഖത്തിന്റെ അല്ല, സൗഖ്യം തരുന്ന കൂദാശയാണ്. അച്ചോ, അങ്ങയുടെ പ്രഭാഷണം കേൾക്കാനല്ല ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ചോദിച്ചതിന് മാത്രം ഉത്തരം തന്നാൽ മതി. ആൽഫ്രഡ് എവിടെ? കൽത്തുറങ്ക് ചാടിപ്പോയവനെ അന്വേഷിക്കേണ്ടത് രാജാവിന്റെയും അവന്റെ സൈന്യത്തിന്റെയും ഉത്തരവാദിത്തമാണ്, ആത്മീയ പിതാവിൻ്റെതല്ല. അച്ചോ, അങ്ങ് എന്തിന് വീണ്ടും വീണ്ടും എന്നെ വിഡ്ഢിയാക്കുന്നു? അവസാനമായി ഞാൻ ചോദിക്കുക, രാജ്ഞിയുടെ കുംഭസാര രഹസ്യം നമ്മോട് വെളിപ്പെടുത്തിയാലും? അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വിശുദ്ധമായ ഈ കൂദാശയുടെ രഹസ്യങ്ങൾ പുരമുകളിൽ പ്രഘോഷിക്കാനുള്ളതല്ല. ഓ പിന്നെ, പുരമുകളിൽ പ്രഘോഷിക്കാനുള്ളതല്ല പോലും. ഓവേ, ഞങ്ങൾ പലതും കാണുന്നും കേൾക്കുന്നുമുണ്ട് ആത്മീയ പിതാമഹോ. കുറവുകൾക്ക് കുടശീല പിടിക്കുന്ന ആത്തോ, നന്മകൾക്ക് തിരശീലയിടാൻ നിനക്കാവില്ല മകനെ. കുറവുകളിൽ കാലിടറിയവരിലല്ല, കുറവുകളെ നിറവുകളാക്കി കുരിശിനെ മഹത്വീകരിച്ച ക്രിസ്തുവിലായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ചൂണ്ടുപലകകൾ ദ്രവിച്ചു പോകാം, വഴിവിളക്കുകൾ അണഞ്ഞു പോകാം, അതിൽ പഴിചാരി ഇരുട്ടിൽ തപ്പി നടക്കുന്നത് നിന്റെ അനുയായികളായിട്ടുള്ളവരാണ്. അതോ അവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. പിതാവേ, അങ്ങയുടെ വാക്കുകളൊക്കെ വിലയുള്ളതാണെന്ന് നാം ഗ്രഹിക്കുന്നു. അതുപോലെ വിലപിടിപ്പുള്ള പൊന്നും വെള്ളിയും എന്തു വേണമെങ്കിലും നാം തരാം. ഒന്ന് മാത്രം അങ്ങ് വെളിപ്പെടുത്തുക, ആൽഫ്രഡ് എവിടെയെന്നാണ് കുമ്പസാരത്തിൽ രാജ്ഞി അങ്ങയോട് പറഞ്ഞിരിക്കുന്നത്? ദൈവിക വരപ്രസാദത്തിന്റെ വിശുദ്ധ കൂദാശയെ പണം കൊണ്ട് നേടാൻ ശ്രമിക്കുന്ന ലോകത്തിലെ വിട്ടികളുടെ ഗണത്തിൽ വെൻസ്ലാവോസ് നീയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ, എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്തവന്റെ അതരസ്തുതിക്കൊരു കുറവുമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഇയാളുടെ വസ്ത്രം ഉരിഞ്ഞു നീക്കി, ദേഹം വരഞ്ഞു കീറി
ഇവിടെ ചോര ഒഴുകും വരെ പ്രഹരിക്കാൻ നാം കൽപ്പിക്കുന്നു. വേദനയുടെ ചൂടറിയും മുമ്പേ തിരുമനസ് ആവശ്യപ്പെട്ടത് അങ്ങ് വെളിപ്പെടുത്തുന്നതല്ലേ നല്ലത്? എൻ്റെ വേദനകളും രോഗങ്ങളും വഹിക്കുകയും എൻ്റെ ദുഃഖങ്ങൾ ചുമക്കുകയും ചെയ്ത എൻ്റെ നാഥന് വേണ്ടി സഹിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോ വേദനയുടെ സുഖം അദ്ദേഹത്തെ അറിയിക്കാൻ ഇനിയും വൈകുന്നത് എന്തിന്? മേപ്പോർ, പീഡനമുറകൾ ആരംഭിക്കട്ടെ. ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു. അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി. എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു. എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല. അരുത്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കരുത്. സോഫിയ, നിന്റെ കണ്ണീർ ഇവിടെ വിലപ്പോവില്ല. നിന്റെ സാന്നിധ്യവും നിന്റെ ഉപദേശവും നാം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അകത്തുപോ. നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ച് ദൈവശിക്ഷ ഏറ്റുവാങ്ങരുത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിർത്തൂ നിന്റെ ജൽപ്പനങ്ങൾ. ഭർത്താവിനോട് ലജ്ജയും വെറുപ്പും, ഇന്നലെ വന്ന ഗുരുവിനോട് അടങ്ങാത്ത സ്നേഹപാരവശ്യം. ആരവിടെ? ഇവളെ കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ പൂട്ടിയിടുക. അച്ചോ, അവസാനമായി ഞാൻ ചോദിക്കുക, അങ്ങയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഇടയിൽ ക്രൂശിതനെ പ്രകീർത്തിക്കുക എന്ന എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ദൈവഗണമേ, നിന്റെ ദൈവം
നിനക്കായി സമാധാനത്തിന്റെ കരമുയർത്തുന്ന കൂദാശയാ കുംഭസാരം. അത് നീ ചോദിച്ചു വാങ്ങണം. മഹാരാജൻ, ഇയാളുടെ അധിക പ്രസംഗത്തിന് കടിഞ്ഞാണിടുക. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമാത്തോ? അച്ചു, ഇനി അങ്ങയ്ക്ക് വേണ്ടിയുള്ള എന്റെ അന്തിമ വചസ് കൂടി കേട്ടുകൊള്ളുക. രാജ്ഞിയുടെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തതിനും ആൽഫ്രഡിനോടൊപ്പം ചേർന്ന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മേൽ കടുത്ത ഗൂഢാലോചന നടത്തിയതിനും ബൊഹീമിയ രാജ്യ നിയമം അനുശാസിക്കും പ്രകാരം അങ്ങയെ നാം വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. സന്തോഷം വെൻസ്ലാവോസ്. ലൗകികമായ തോൽവികൾക്ക് അനശ്വരമായ വിജയമുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ. വിശ്വാസ തീഷ്ണതയും ദൈവസ്നേഹവും ധീരമായി പ്രകടിപ്പിക്കുന്നതിനുള്ള ഉരകല്ലാണ് മരണം. അതെന്നിൽ പരീക്ഷിച്ചു നോക്കുന്നതിൽ ഞാൻ കൂടുതൽ ആനന്ദിക്കുന്നു. ഇയാളെ ഇരുമ്പ് കട്ടിലിൽ കിടത്തി താഴെ പന്തങ്ങൾ കൊളുത്തുക. തീക്കുള്ളിൽ പോലും കിടന്നുള്ള ഈ ദൈവസ്തുതി നമ്മെ അലോസരപ്പെടുത്തുന്നു. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്ത ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഇനി ഒരു ദൈവസ്തുതിയും ഉയരാൻ പാടില്ലാത്ത വിധം ആ നാവ് പിഴുതെറിയുവിൻ. വെള്ള കീറുന്നതിനു മുമ്പ്, പ്രജകൾ ഉണരുന്നതിനു മുമ്പ് ഇയാളെ വോൾദാവ് നദിയുടെ ആഴത്തിലേക്ക് വലിച്ചെറിയുവിൻ. മഹാരാജൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ട് നമുക്കെതിരെ തിരിഞ്ഞുകൊത്തിയ ആ കൊട്ടാരം ഗുരു ഇനി ഇല്ല. ആ നിഷ്കളങ്ക രക്തത്തിന് ഇവിടം വേദിയായോ? നിക്കോളോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ എവിടെയായിരുന്നു ഇതുവരെ? തിരുവരസേ, ഒരു ജന്മം മുഴുവൻ കിടന്ന് പരിതപിച്ചാലും കഴുകിക്കളഞ്ഞാലും മായ്ക്കാനാവാത്ത തെറ്റാണ് ആ വിശുദ്ധനായ മനുഷ്യരോട് അങ്ങ് ചെയ്തത്. ഭവനങ്ങളിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കാൻ പോയ രാജ്ഞിയും ഗുരുവും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അവർ അങ്ങയെ പറഞ്ഞു ധരിപ്പിച്ചു. നിരപരാധിയായ ആൽഫ്രഡ് കുഞ്ഞിനെതിരെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി അധികാരഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് അത്തോയുടെയും മേപ്പൂറിന്റെയും തന്ത്രങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. അതിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട്. എന്നെയും കൂടെ കൂട്ടി അങ്ങേക്ക് തന്ന വീഞ്ഞിൽ വിഷം കലർത്തിയത് അവരുടെ ബുദ്ധിയായിരുന്നു. ആൽഫ്രഡ് കുഞ്ഞിനെ പുറത്താക്കി രാജ്യം കൈക്കലാക്കാനുള്ള അടങ്ങാത്ത മോഹം. എത്രമാത്രം നിന്ദന ശരമേറ്റാലും നമുക്കെതിരെ കരമുയർത്താൻ ഗുരു തുനിയില്ല എന്നുറപ്പുള്ളത് കൊണ്ടല്ലേ ഗൂഢാലോചന നടത്തി
അദ്ദേഹത്തെ നിഷ്കരുണം ഇല്ലാതാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. മിഴിനീരുമായി അൾത്താരയ്ക്ക് മുൻപിൽ കൈവിരിച്ച് നമുക്കായി പ്രാർത്ഥിക്കുന്ന ഗുരുവിനെ നിരാലംബരായ ബൊഹീമിയയിലെ ഭവനവാസികളെ കണ്ടിറങ്ങി വളരെ വൈകി കൊട്ടാരത്തിലെത്തുമ്പോൾ ഓട്ടുമുറിയുടെ വാതിൽ അടയ്ക്കപ്പെടുന്നത് കൊണ്ട് വെള്ളം മാത്രം കുടിച്ച് കിടന്നുറങ്ങുന്ന പിതാവ് ചോദിച്ചാൽ ഒരു മന്ദഹാസത്തോടെ പറയും, ഇന്ന് ഉപവാസമാണെന്ന്. പൊറുക്കില്ല തിരുമനസ്സേ. ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ ഫലം നാം അനുഭവിച്ചേ മതിയാകൂ. അയ്യോ, എന്റെ ആൽഫ്രഡ്, നിരപരാധിയായ യോഹന്നാൻ ഗുരു, എന്റെ സോഫിയ, ദൈവമേ, ഈ പാപക്കറ ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ എന്നോട് വർത്തിച്ചു കൊള്ളുക. നിക്കോളോ, നീ എവിടെ പോകുന്നു? ഉള്ളത് പറയാലോ. ആളനക്കമില്ലാത്ത ഈ കൊട്ടാരത്തിന് ഇനി എന്തിനാ തിരുമനസ്സേ ഒരു കാവൽക്കാരൻ? സൗഭാഗ്യത്തിന്റെ പുതുവീഞ്ഞ് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും നന്മയുടെ പുതുവെളിച്ചമുള്ള വിശ്വാസത്തിന്റെ കാലൊച്ച കേൾക്കുന്ന ഏതെങ്കിലും ദൈവിക കൂടാരത്തിന്റെ പടിതുടച്ചെങ്കിലും ജീവിക്കാൻ മോഹമുണ്ടെനിക്ക്. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഈ ബൊഹീമിയ പട്ടണത്തിന്റെ തെരുവോരങ്ങളിൽ ഭിക്ഷയാചിച്ചായാലും ഞാൻ സന്തുഷ്ടനായി ജീവിക്കും. കാരണം ഈ നികൃഷ്ട ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നിറവേകി അനുഗ്രഹിച്ച ഒരു ജീവിക്കുന്ന വിശുദ്ധൻ ഇന്നെനിക്ക് കൂട്ടായിയുണ്ട്. അത് മറ്റാരുമല്ല, യോഹന്നാൻ അല്ല, വിശുദ്ധ യോഹന്നാൻ നെബുംസിയാൻ. കിരണങ്ങൾ പതിഞ്ഞ മണ്ണിനെ തനിച്ചാക്കി ഇരുട്ടിൻ നെറുകയിൽ അസ്തമിക്കുകയായി സൂര്യൻ. ഓൾദാവ് നദീ തിരകളിൽ അണയുകയായി ആ പുണ്യദേഹം, അണയുകയായി ആ പുണ്യദേഹം. ബൊഹീമിയയിലെ രക്തനക്ഷത്രം കാരുണ്യത്തിൻ്റെ നിറദീപമായി അനുദപിക്കുന്ന പാപികളുടെ മേൽ ഇന്നും നിത്യപ്രഭ തൂകി നിൽക്കുന്നു. പിഴുതാലും നിലച്ചിടാത്തൊരു നാദം, നേരിനു വേണ്ടി ഉയരും നൽകിയ ജന്മം, ദൈവീക രഹസ്യം കാക്കാൻ, ദൈവത്തിൻ രാജ്യം ഉയർത്താൻ, ആത്മബലിയാ